ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പൗരസ്ത്യ കാല നിയമത്തിലെ ആരാധനാക്രമ നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ദിശാബോധം നൽകുന്ന ഒരു മാർഗരേഖ റോമിലെ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയം 1996 ധനഹാ തിരുനാൾ ദിവസം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇൻസ്ട്രക്ഷൻ ഫോർ അപ്ലൈയിങ് ദ ലിറ്റർജിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് ഓഫ് ദ കോഡ് ഓഫ് കാനൻസ് ഓഫ് ഈസ്റ്റേൺ ചർച്ചസ് എന്നാണ് ഈ രേഖയുടെ പേര്. ഈ രേഖ പ്രസിദ്ധീകൃതമായിട്ട് 25 വർഷങ്ങൾ പൂർത്തിയായി. അതിനോടനുബന്ധിച്ച് നല്ലതണ്ണി നസ്രാണി റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വെബിനാർ പരമ്പരയുടെ ആദ്യത്തെ സെഷനാണ് ഇന്ന് നടക്കുന്നത്. ഈ രേഖ എന്താണെന്നും ഇതിന്റെ പ്രസക്തി എന്താണെന്നും വ്യക്തമായി അവതരിപ്പിക്കുകയാണ് ഇന്നിവിടെ. ഈ രേഖയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇന്ന് സംസാരിക്കുന്നത് പൗരസ്ത്യ വിദ്യാപീഠത്തിലെ ആരാധനക്രമ അധ്യാപകനായ ബഹുമാനപ്പെട്ട ഡോക്ടർ പോളി മണിയാട്ടച്ചനാണ്. അച്ഛൻ ഇടുക്കി രൂപതാംഗമാണ്. റോമിലെ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആരാധനക്രമത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ പോളിയച്ചൻ സീറോ മലബാർ ലിറ്റർജിക്കൽ കമ്മീഷന്റെ മുൻ സെക്രട്ടറിയുമാണ്. സാറ്റിന സെന്റർ ഫോർ തിയോളജിക്കൽ കോളേജ്, പൂന ജ്ഞാനദീപം വിദ്യാപീഠം, ഉജ്ജയിൻ റൂഹാലയ സെമിനാരി, താമരശ്ശേരി സനാതന മേജർ സെമിനാരി, കുന്നോത്ത് കുരിശപ്പേട് മേജർ സെമിനാരി, തിരുവനന്തപുരം സെന്റ് മേരീസ് മലങ്കര മേജർ സെമിനാരി എന്നിവിടങ്ങളിലെ വിസിറ്റിംഗ് പ്രൊഫസറുമാണ് ബഹുമാനപ്പെട്ട പൊളിയച്ചൻ. പൊളിയച്ചൻ സീറോ മലബാർ സഭയിലെ ആരാധനക്രമ പണ്ഡിതരിൽ പ്രമുഖനാണ് എന്നുള്ള കാര്യവും സന്തോഷത്തോടുകൂടി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട പൊളിയച്ചനെ തന്നെ ഈ ആദ്യത്തെ ദിവസം നമ്മുടെ ഈ രേഖ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ലഭ്യമാകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട പൊളിയച്ചനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നല്ലതണ്ണി നസ്രാണി റിസർച്ച് സെന്ററിന്റെ പേരിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. 45 മിനിറ്റ് ആണ് നമ്മുടെ പേപ്പർ അവതരണം. അതിനുശേഷം 15 മിനിറ്റോളം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. എല്ലാവരെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പൊളിയച്ചനെ ഇപ്പോൾ സംസാരിക്കാവുന്നതാണ്. സ്നേഹമുള്ള അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പൗരസ്ത്യ സഭകളുടെ ആരാധനക്രമങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു രേഖയാണ് ഈ ഇൻസ്ട്രക്ഷൻ. അത് സഭ പുറപ്പെടുവിച്ചിട്ട് ഇപ്പോൾ 25 വർഷം പൂർത്തിയായി. വലിയ ലക്ഷ്യങ്ങളോടെയാണ് വാസ്തവത്തിൽ ഈ രേഖ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൻ്റെ കൺക്ലൂഷനിൽ കാർഡിനൽ സിൽവസ്ട്രീനി ഈ ഇൻസ്ട്രക്ഷന്റെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. The scope of the present instruction is to assist the Eastern churches which are in full communion with the Church of Rome with their work directed toward giving the liturgical celebrations the central place due them in ecclesial life, in full fidelity to the specific features of their own traditions. 112 നമ്പറിൽ പറയുന്നതാണ്. ഇപ്പൊ ഇവിടെ ലിറ്റർജിക്കൽ സെലിബ്രേഷൻസിന് സെൻട്രൽ പ്ലേസ് ഓറിയന്റൽ ട്രഡീഷൻസിലുണ്ട്. അത് പക്ഷേ കത്തോലിക്ക സഭയുമായി പൂർണ്ണ ഐക്യത്തിലുള്ള ഓറിയന്റൽ സഭകളിൽ വേണ്ടത്ര കാണുന്നില്ലെന്നുള്ളതിൻ്റെ തിരിച്ചറിവിൽ നിന്നാണ് നമ്മുടെ സഭ, പ്രത്യേകിച്ചും പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ പ്രസിദ്ധീകരിക്കാനായിട്ട് നിശ്ചയിച്ചത്. ഓറിയന്റൽ ലിറ്റർജികളെ കുറിച്ച് സഭ വളരെ വാചാലമായിട്ട് സംസാരിക്കുന്നുണ്ട്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച്. അതുണ്ടെങ്കിലേ സഭയുടെ പൈതൃകം പൂർണ്ണമാവുള്ളൂ. എല്ലാം വളരെ വ്യക്തമായിട്ട് വിവിധങ്ങളായ രേഖകളിലൂടെ 1894 ലിയോ 13 പ്രസിദ്ധീകരിച്ച ഓറിയന്താലിൻ ദീനിത്താസ് മുതൽ ഇങ്ങോട്ട് അതിൻ്റെ ദീർഘമായൊരു പരമ്പര തന്നെ നമുക്ക് കാണാം, വളരെ ആധികാരികമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ രേഖകളിൽ ഉണിത്താത്തിസ് റെദിന്റഗ്രാസിയോ സഭൈക്യത്തെ കുറിച്ചുള്ള രേഖ, പിന്നെ ഓറിയന്താലും എക്ലേസിയാരും അതുപോലെ ലൂമൻ ജെൻസിയും എല്ലാം വളരെ സ്പഷ്ടമായിട്ട് ഈ ആരാധനക്രമ പൗരസ്ത്യ പ്രാധാന്യത്തെക്കുറിച്ച് അതിൻ്റെ സവിശേഷതയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്.
ആ പൗരസ്ത്യ ഹെറിറ്റേജും കൂടെ ചേർന്നാൽ മാത്രമേ ഇതിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ എന്നൊക്കെ സഭ പഠിപ്പിച്ചു. പക്ഷെ ഇത്രയൊക്കെ ശക്തമായ ഉദ്ബോധനം ഉണ്ടായിട്ടും പൗരസ്ത്യ സഭയുടെ ഇടയിൽ വേണ്ടത്ര നല്ല ഒരു ഉന്നമനമായ വിഷയത്തിൽ കാണുന്നില്ലെന്നുള്ളതിൻ്റെ ഒരു സങ്കടകരമായ തിരിച്ചറിവോട് കൂടിയാണ് ഇത്തരമൊരു രേഖ പുറപ്പെടുവിക്കാനിട വന്നത്. ഇതിൻ്റെ ഈ ഞാനിന്ന് അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് അച്ഛൻ സൂചിപ്പിച്ചല്ലോ. ഈ ഇൻസ്ട്രക്ഷന്റെ പ്രസക്തി, അതെങ്ങനെ എന്തുകൊണ്ട് എങ്ങനെ പുറപ്പെടുവിച്ചു, അതിൻ്റെ ആമുഖ കാര്യങ്ങൾ, അതൊക്കെയാണ് ഞാനിവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ലിറ്റർജിയുടെ പ്രത്യേക എലമെന്റ്സിനെ കുറിച്ചുള്ളത് ഞാൻ ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം പറയുള്ളൂ. അത് ഓരോന്നും ഈ വെബിനാർ പരമ്പരയിൽ ഉണ്ടാകുമെന്ന് അച്ഛൻ സൂചിപ്പിച്ചിരുന്നുകൊണ്ട് അങ്ങോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല മാത്രം ഞാനൊന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. ലെക്സ് റാന്തി, ലെക്സ് ക്രിദേന്തി, അവിടെ തന്നെ ലോ എന്നൊരു പ്രയോഗമുണ്ട്. ലോ എന്ന പ്രയോഗം പ്രാർത്ഥനയുടെ നിയമം, വിശ്വാസത്തിന്റെ നിയമം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വളരെ സ്ട്രിക്റ്റ് സെൻസിൽ ഒരു നിയമം എന്നുള്ള അർത്ഥത്തെക്കാളും എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അത് അങ്ങനെയായിരിക്കും വിശ്വാസം എന്നുള്ളതിൻ്റെ ധ്വനിയുണ്ട്. പക്ഷേ ആ പ്രാർത്ഥന എന്നത് ഓരോ വ്യക്തിക്കും ഇഷ്ടം പോലെ നടത്താവുന്നൊരു കാര്യമല്ല. സഭയുടെ പ്രാർത്ഥനയ്ക്ക് വ്യവസ്ഥാപിതമായ ഒരു ശൈലിയുണ്ട്. അതിനൊക്കെ ചേർത്താണ് പ്രാർത്ഥനയുടെ നിയമം എന്ന് പറയുന്നത്. പിന്നീട് പ്രാർത്ഥനയുടെ നിയമങ്ങളെ തന്നെ ക്രോഡീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലെക്സ് ഒറാന്തി, പ്രാർത്ഥനയുടെ നിയമം, അത് കൃത്യമായി പാലിക്കപ്പെടുന്നില്ലെങ്കിൽ ഗൗരവമായ രീതിയിൽ അത് ലെക്സ് ക്രിദേന്തിയെ ബാധിക്കും എന്ന് സഭയ്ക്ക് നല്ല തിരിച്ചറിവുണ്ട്. അത് പൗരസ്ത്യ സഭകളെ സംബന്ധിച്ചിടത്തോളം ലിറ്റർജിയാണ് സഭാജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനത്തുള്ളത്. എല്ലാ സഭയുടെയും കാര്യം അതാണ്, സംശയമൊന്നുമില്ല. വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. യൂക്രിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ലൂമൻ ജെൻസിയും 11 പറയുന്ന യൂക്രിസ്റ്റ് സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത്. പക്ഷേ സംഭവം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതിനപ്പുറത്ത് സാധാരണ സഭാജീവിതത്തിൽ അത്ര കാണുന്നില്ല, പ്രത്യേകിച്ചും പാശ്ചാത്യ പാരമ്പര്യത്തിലൊക്കെ അതാണ് ഈ വ്യത്യസ്തമായിട്ടുള്ളത്. എന്നാൽ ഓറിയന്റൽ സഭകൾ, പ്രത്യേകിച്ചും നോൺ കാത്തലിക് ഓറിയന്റൽ സഭകൾ, ഇതിങ്ങനെ പറയുന്നതിന് വിഷമമുണ്ട്, യാഥാർത്ഥ്യമാകുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അവരെ സംബന്ധിച്ചിടത്തോളം ലിറ്റർജി സർവസ്വമാണ്. അതുപോലെ ആരാധനക്രമത്തെ കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ 10-ാം നമ്പറിൽ വത്തിക്കാൻ കൗൺസിലിൽ പറയുന്നുണ്ട്, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ലക്ഷ്യം വെക്കുന്ന പരമോന്നത സ്ഥാനമാണ് ലിറ്റർജി. അവരുടെ എല്ലാ പ്രവർത്തനത്തിന്റെയും ശക്തി നിർഗളിക്കുന്ന സ്രോതസ്സുമാണ് ലിറ്റർജി. കത്തോലിക്ക സഭയുടെ മുഴുവനും വേണ്ടിയുള്ള ചിന്തയാണത്. പക്ഷെ അവിടെയും ഇത്തരം ചിന്തകള്, ഇത്തരം ബോധ്യങ്ങൾ, ജീവിത ബോധ്യങ്ങളായിട്ട് പൗരസ്ത്യ സഭകളിൽ പാലിക്കപ്പെടുന്നു എന്നുള്ളത് കത്തോലിക്ക സഭ അഭിമാനത്തോടെ തിരിച്ചറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ കാത്തലിക് ചർച്ചിൻ്റെ ഓറിയന്റൽ സഭകള് കത്തോലിക്ക സഭയ്ക്ക് മുഴുവനും ഒരു മോഡലായി നിലകൊള്ളണമെന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നിന്ന് നറിഷ്ഡ് ആകണം. പിന്നെ അതിൻ്റെ ടെസ്റ്റ് പിന്നീട് വായിക്കാം. വത്തിക്കാൻ കൗൺസിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം. ഈ ലെക്സൊറാന്തിയുടെ കാര്യത്തിൽ വന്ന വീഴ്ചകള് സഭയുടെ വിശ്വാസത്തെ സാരമായി ബാധിക്കാനിടയായിട്ടുണ്ട്. അത് ചിട്ടപ്പടി അതിന് രൂപം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ലിറ്റർജിക്കൽ നിയമങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ലിറ്റർജി അതിൻ്റെ സർവസമഗ്രതയിലും സമ്പന്നതയിലും ആഘോഷിക്കപ്പെടുമ്പോൾ അത് സഭയുടെ വിശ്വാസത്തിന്റെ സത്യസന്ധമായ പ്രഖ്യാപനമായിട്ട് തീരും. ഒരു വിശ്വസ്തത ഈ ലിറ്റർജിക്കൽ റൂൾസിനോട് പുലർത്തേണ്ടതായിട്ടുണ്ട്. അതെല്ലാം മാറ്റിവെച്ച് ലിറ്റർജിയെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോഴേക്കും സഭയുടെ വിശ്വാസത്തിൽ അത് സാരമായിട്ടുള്ള ക്ഷതമുളവാക്കുന്നതിൽ സംശയമില്ല. അതുപോലെ സഭയുടെ വിശ്വാസ വ്യാഖ്യാനം എന്ന് പറയുന്ന ദൈവശാസ്ത്രത്തെയും അത് ഗൗരവമായിട്ട് ബാധിക്കും. കല്ലറങ്ങാട്ട് പിതാവിന്റെ ഒരു ലേഖനത്തിൽ നിന്നുള്ള കൊട്ടേഷൻ ഞാനിങ്ങനെ വായിക്കാം. A theology which has lost its liturgical and ecclesial basis
is simply a speculative affair. നമ്മുടെ ഈ ഇൻസ്ട്രക്ഷനെ പുരസ്കരിച്ചുകൊണ്ട് തന്നെ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ, ബ്രൈഡ് അറ്റ് ദ ഫീറ്റ്, ചങ്ങനാശ്ശേരി, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. Bride at the feet of the bridegroom, studies in Eastern liturgical law, a tribute to Archbishop Mar Joseph Pavath എന്ന പേരിൽ ആന്റണി കൊല്ലംപറമ്പിൽ അച്ഛനും പെരുന്തോട്ടം പിതാവും കൂടെ ചേർന്ന് എഡിറ്റ് ചെയ്തൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിൽ ഈ ലിറ്റർജിക്കൽ ലോസിനെ കുറിച്ച് ധാരാളമായി പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇൻസ്ട്രക്ഷനെയും പരാമർശിച്ച് അതേക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. ഈ സൂയി ഉരി സഭകളിൽ അവയെ സംബന്ധിച്ചിടത്തോളം ആരാധനക്രമ പൈതൃകം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് CCEO-യിൽ, അതായത് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള നിയമത്തിൽ ആരാധനക്രമ നിയമങ്ങൾ കൊടുത്തിട്ടുള്ളത്, ആരാധനാ നിയമങ്ങൾ. പക്ഷേ ഈ നിയമങ്ങൾക്കൊക്കെ വേണ്ടത്ര നിയമങ്ങൾ അങ്ങനെ കാനൻ നിയമ പുസ്തകത്തിലുണ്ടെങ്കിലും അവയൊന്നും വേണ്ടത്ര സഭാജീവിതത്തിൽ, പ്രത്യേകിച്ചും ആരാധനക്രമത്തിന്റെ ആഘോഷത്തിലേക്ക് പ്രയോഗിക്കപ്പെടുന്നില്ല എന്ന് കണ്ടതിന്റെ വെളിച്ചത്തിലാണ് ഈ ഇൻസ്ട്രക്ഷൻ റോമിൽ നിന്ന് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയം പ്രസിദ്ധീകരിക്കാനായിട്ട് ഇടവന്നിട്ടുള്ളത്. ഇവിടെ അതിന്റെ ആമുഖത്തിൽ തന്നെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ദീർഘകാലമായിട്ടുള്ള പഠനങ്ങളുടെയും അനുഭവത്തിന്റെയും വെളിച്ചത്തില് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ആവശ്യമായി വന്നെന്ന് കാർഡിനൽ സിൽവസ്ട്രീനി തന്നെ പറയുകയാണ്. In composing the text of the instruction, the Congregation for the Eastern Churches drew from its vast experience acquired through decades of work in the liturgical sector. Thanks to the praiseworthy activity of the liturgical commission operating within the congregation. And that led also to the publishing of liturgical texts appreciated not only by the Catholic churches, which were the primary recipient, but also by the researchers and by Orthodox brethren themselves. ഇൻസ്ട്രക്ഷൻ അങ്ങനെ ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ ഇൻസ്ട്രക്ഷനും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേണ്ടത്ര വിജയിച്ചോ എന്നൊരു ശങ്കയുണ്ട്. ഇപ്പോൾ നമ്മുടെ ചവറപ്പുഴയച്ചൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ രേഖ പ്രസിദ്ധീകരിച്ചിട്ട് 25 വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ വളരെ ഗൗരവത്തോടെ സഭ ഇതിനെ കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെ ഈ ഇൻസ്ട്രക്ഷൻ ഈ വ്യക്തിഗത സഭകളൊക്കെ പ്രയോഗത്തിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് കത്തോലിക്ക കൂട്ടായ്മയിലുള്ള എല്ലാ സൂയി ഉരിസ് ചർച്ചുകളോടും റോമിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓരോ ഇൻസ്ട്രക്ഷന്റെ ഓരോ നമ്പർ എടുത്തിട്ടും ആ നമ്പറിനോട് എങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ ഇപ്പോൾ നമ്മളെങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതിൻ്റെ രേഖ എനിക്ക് PWH അയച്ചു തന്നുകൊണ്ട് നമ്മളെങ്ങനെയാണ് ഈ ഇൻസ്ട്രക്ഷന്റെ ഡയറക്റ്റീവ്സിനോട് പ്രതികരിച്ചതെന്ന്. കുറേ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് ഭാവാത്മകമായിട്ട് നമുക്ക് പറയാം. പക്ഷെ ചിലതിൽ നമുക്ക് അത്ര പറയാൻ പറ്റില്ല, നമ്മുടെ സഭയുടെ പ്രത്യേക സ്ഥിതിവിശേഷം അനുസരിച്ച്. എങ്കിലും കുറേ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു, ഇനിയും അതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു. ഇതിനെ സംബന്ധിച്ച് റോമിൽ ഒരു പഠന ശിബിരം തന്നെ നടത്തുന്നുണ്ട്. എല്ലാ സഭകളിൽ നിന്നും 5 പേരെ വിളിച്ച്, അത് ഈ ജനുവരിയിൽ നടത്താനിരുന്നതാണ്. നമ്മുടെ സീറോ മലബാർ സഭയിൽ നിന്നും വിളിച്ചിട്ടുണ്ട്. അത് ഒക്ടോബർ മാസത്തിലേക്ക് മാറ്റിവെച്ചെന്നാണ് ലിറ്റർജി കമ്മീഷനിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഇതിന് വെളിച്ചത്തില് ആദ്യം തന്നെ ഇങ്ങനെ ഒരു രേഖയ്ക്ക് പ്രാധാന്യമുണ്ടായത് ലിറ്റർജിയെ പോലെ പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യത്തെ ഉചിതമായ രീതിയിൽ സഭ കാണുന്നില്ലെന്ന് കണ്ടപ്പോഴാണ്. അതുകൊണ്ട് ലിറ്റർജി എത്രത്തോളം പൗരസ്ത്യ സഭകളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണെന്ന് ഈ രേഖ വ്യക്തമാക്കുന്നത്. ഇൻസ്ട്രക്ഷന്റെ 2ാമത്തെ നമ്പറിലുള്ള കാര്യം ഞാനൊന്ന് വായിക്കാം. അത് ജോൺ പോൾ 2 മാർപ്പാപ്പ എഴുതിയ ഓറിയന്താലെ ലൂമൻ എന്ന അപ്പസ്തോലിക് ലെറ്റർ അതിൽ നിന്ന് സൈറ്റ് ചെയ്തിരിക്കുകയാണ്. എത്രത്തോളം പൗരസ്ത്യ സഭകളെ സംബന്ധിച്ചിടത്തോളം ലിറ്റർജി ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണെന്ന്.
ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ടെസ്റ്റാണ് വായിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ മലയാളത്തിൽ പറഞ്ഞുകൊള്ളാം. The liturgical prayer in the East shows a great aptitude for involving the human person in his or her totality. The mystery is sung in the loftiness of its content, but also in the warmth of the sentiments it awakens in the heart of redeemed humanity. In the sacred act, even bodiliness is summoned to praise, and beauty, which in the East is one of the best loved names expressing the divine harmony and the model of transfigured humanity, appears everywhere in the shape of the church, in the sounds, in the colors, in the lights, in the sense. The lengthy duration of the celebrations, the repeated invocations, everything expresses gradual identification with the mystery celebrated with one's whole person. Thus, the prayer of the church already becomes participation in the heavenly liturgy, an anticipation of the final beatitude. ഓറിയന്താലെ ലൂമന്റെ 11ാമത്തെ നമ്പറിൽ നിന്നുള്ള ടെസ്റ്റാണിത്. ഒരു വ്യക്തി പൂർണ്ണമായിട്ടും അവന്റെ ജീവിതത്തിന്റെ സമഗ്രതയിൽ ഈ ലിറ്റർജിക്കൽ പ്രേയറിൽ പങ്കാളിയാകുന്നു എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ചില കാര്യങ്ങളിലൂടെ മാർപ്പാപ്പ സൂചിപ്പിക്കുന്നു. മിസ്റ്ററി എന്ന കൺസെപ്റ്റ് ക്രൈസ്തവ ലോകത്തിന് ഇന്ന് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മിസ്റ്ററി എന്തിനു മിസ്റ്ററി? എല്ലാം പ്ലെയിനായിട്ട് പ്ലെയിനായിട്ട് കണ്ടാൽ പോരെ എന്ന്. ഒരിക്കൽ ഞാനൊരു ക്ലാസ്സിന് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു അച്ഛൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ ഓർക്കുകയാണ്. എന്തിനാ അച്ഛാ ഈ മിസ്റ്ററി എന്നൊക്കെ പറയുന്നത്? കർത്താവ് പഠിപ്പിച്ചതും പ്രവർത്തിച്ചതും എല്ലാം പരസ്യമായിട്ടായിരുന്നു, രഹസ്യത്തിലല്ലല്ലോ. പിന്നെ എന്തിനാ നമ്മൾ ഈ കുർബാനയില് മിസ്റ്ററി എന്ന് പറഞ്ഞ് നടക്കുന്നത്? ദൈവം തമ്പുരാൻ എല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മിസ്റ്ററി പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത്. എനിക്ക് തോന്നുന്നു ഈ ഓറിയന്റൽ ലിറ്റർജികളെയൊക്കെ എതിർക്കുന്നവരുടെ ഒരു വലിയ ഇഷ്യൂ തന്നെയാണ് ലിറ്റർജിയെ ദൈവത്തിന്റെ രഹസ്യമായിട്ട് കാണാനുള്ള ഒരു വൈമനസ്യം. പക്ഷെ അത് വളരെ അപകടകരമായ കാര്യമാണ്. ലിറ്റർജിയെ മിസ്റ്ററി ആയിട്ട് കാണാൻ സാധിക്കാത്ത ഒരാൾക്ക് അപ്പത്തിലും വീഞ്ഞിലും ഈശോ മിശിഹായുടെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഫിസിക്കൽ സെൻസിലല്ല ആ സാന്നിധ്യം. അതുപോലെ സ്വർഗത്തിന്റെ സാന്നിധ്യം, സ്വർഗീയമായ ആ ലിറ്റർജിയിൽ നമ്മൾ പങ്കുചേരുകയാണ്. കർത്താവിന്റെ പെസഹാ രഹസ്യത്തിന്റെ ഇറ്റേണൽ ഡയമെൻഷനിലാണ് നമ്മൾ കുർബാന പങ്കുചേരുന്നത്. ആ ഇറ്റേണൽ ഡയമെൻഷനെ കുറിച്ച് പറയുന്നതാണ് മിസ്റ്ററി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതാനുഭവത്തിൽ, പച്ചയായ അനുഭവത്തിൽ വെറും അപ്പവും വീഞ്ഞുമായിരിക്കുന്ന കാര്യം ഈശോ മിശിഹായുടെ ശരീരവും രക്തമാണെന്ന് തിരിച്ചറിയുന്നതിനെയാണ് മിസ്റ്ററി എന്ന് പറയുന്നത്. അതുകൊണ്ട് ലിറ്റർജിയെ മിസ്റ്ററി ആയിട്ട് വീക്ഷിക്കുക എന്നതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് കൈമോശം വന്നാൽ ലിറ്റർജി തന്നെ അപകടത്തിലാവും. ബെനഡിക്റ്റ് പാപ്പ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ലിറ്റർജിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അപകടം ഈ സാക്രമെന്റും കാരിത്താത്തിസ് പറയുന്നതാണ്. സെൻസ് ഓഫ് സീക്രട്ട് അത് കുറഞ്ഞു വരുന്നത്. ഈ സെൻസ് ഓഫ് സീക്രട്ട് തന്നെ സെൻസ് ഓഫ് മിസ്റ്ററിയാണ്. അത് കുറഞ്ഞു വരുന്നതനുസരിച്ച് റിലീജിയനും സീക്രട്ടും പ്രൊഫൈനും തമ്മിലുള്ള അന്തരം ഇല്ലാതെയാകും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആ ഒരു കൺസെപ്റ്റ് വളരെ ഊന്നലോടെ എടുത്തു പറയും. എനിക്ക് തോന്നുന്നത് ഈ ഇൻസ്ട്രക്ഷനിലുടനീളം ഇനിയുള്ള ഭാഗങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇത്തരം ഊന്നല് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മുടെ സഭ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഇൻസ്ട്രക്ഷന്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ അത് സാക്രമെന്റ്സിന്റെ സെലിബ്രേഷൻ ആണെങ്കിലും ലിറ്റർജിക്കൽ ഇയറിന്റെ സെലിബ്രേഷൻ ആണെങ്കിലും അതുപോലെ സേക്രഡ് സ്പേസിന്റെ കാര്യത്തിലാണെങ്കിലും എപ്പോഴും വളരെ കരുതലോടെ ഇക്കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. മിസ്റ്ററി എന്നത്, മിസ്റ്ററി is sung in the loftiness of its content, but also in the warmth of the sentiments it awakens in the heart of redeemed humanity. അത് എങ്ങും തൊടാതെ മനസ്സിനെ ടച്ച് ചെയ്യാത്തൊരു കാര്യമായിരിക്കണം എന്നല്ല. ഈ മിസ്റ്ററി ഹൃദയത്തിന്റെ അനുഭവമായി മാറണമെന്ന് ഓറിയന്താലെ ലൂമനിലൂടെ ജോൺ പോൾ മാർപ്പാപ്പ നമ്മുടെ ആഹ്വാനം ചെയ്യാണ്. ഇൻ ദ സേക്രഡ് ആക്ട് ഈവൻ ബോഡിലിനെസ് ഈസ് സമ്മൺഡ് ടു പ്രൈസ്. അത് മെറ്റീരിയാലിറ്റി, അതുപോലെ നമ്മുടെ ബോഡിയുടെ ദ ഹോൾ ഇൻവോൾവ്മെന്റ് ഓഫ് ദ എൻറ്റയർ ബോഡി, ലിറ്റർജിയിൽ അത് പ്രധാനപ്പെട്ടതാണ്.
അതിൻ്റെ ആധിക്യത്തെക്കുറിച്ച് അസ്വസ്ഥത കൊള്ളുന്നവരുണ്ട്. ഞാൻ ഈ ഇത്തിരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേർത്ത് പറയുന്നത് ഇത്തരം ഒരു പശ്ചാത്തലം ഈ ഇൻസ്ട്രക്ഷന്റെ പ്രസിദ്ധീകരണത്തിന് ഹേതുവായെന്ന് സൂചിപ്പിക്കാൻ കൂടെ വേണ്ടിയാണ്. അപ്പം ലിറ്റർജിക്കൽ സ്പേസിന്റെയും ടൈമിന്റെയും ഒക്കെ ആ ഊന്നല്, അല്ലെങ്കിൽ പേഴ്സൺസ്, ഓബ്ജക്ട്സ്, വേർഡ്സ്, ആക്ഷൻസ് എല്ലാം ഓറിയന്റൽ സഭകൾ ഇതെല്ലാം ഊന്നും. എല്ലാ കാര്യത്തിനും പരമമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ട്. ലിറ്റർജി എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമല്ലേ, യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ അല്ലേ എന്നൊക്കെ ആർഗ്യൂ ചെയ്ത് ഇതിനൊന്നും ഉചിതമായ പ്രാധാന്യം കൊടുക്കാതെ പോകുന്നു. ലിറ്റർജിയുടെ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ അത് സ്പേസിലും ടൈമിലും നടക്കുന്ന കാര്യമാണ്. ആ സ്പേസിലും ടൈമിൽ നടക്കുമ്പോൾ അതിന് ഈ ഘടകങ്ങൾക്കെല്ലാം ഉചിതമായ പ്രാധാന്യം കൊടുക്കണം. ദ സ്പേസ്, പിന്നെ ടൈം, പേഴ്സൺസ്, ഓബ്ജക്ട്സ്, വേർഡ്സ്, ആക്ഷൻ, ഇതെല്ലാം ഈ ഇൻസ്ട്രക്ഷൻ വളരെ ശ്രദ്ധയോടെ കൊടുക്കുന്നുണ്ട്. ഒരു അവസാനത്തെ ചാപ്റ്ററിൽ പ്ലേസ്, ഇതെല്ലാം ഓബ്ജക്ട്സ്, ജെസ്റ്റേഴ്സ് എല്ലാം തിരിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ബ്യൂട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ബ്യൂട്ടി ഓറിയന്റൽ സഭകളെ സംബന്ധിച്ചിടത്തോളം ലിറ്റർജിക്കൽ സെലിബ്രേഷനിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്യൂട്ടി. ആ ബ്യൂട്ടി ദൈവത്തിന്റെ അനന്തമായ സൗന്ദര്യത്തിന്റെ സിംബോളിക് ആയിട്ടുള്ള പ്രകാശനം തന്നെയാണ്. ഓർത്തഡോക്സ് പള്ളികൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം മനോഹരം. ഓരോ ഇഞ്ചും പള്ളിയുടെ അകത്തെ ഭിത്തികളാണേലും അതിൻ്റെ ശൈലി കണ്ടു ഇവിടെ ഓരോ ഇഞ്ചും ഈ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാണ്, ഐക്കൺസ് കൊണ്ട്. എവിടെയും മനോഹരമാണ്. ആ മനോഹാരിതയൊക്കെ ദൈവത്തിന്റെ മഹത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. The beauty which is one of the best loved names expressing the divine harmony and the model of transfigured humanity. രൂപാന്തരം സംബന്ധിച്ച ഹ്യൂമാനിറ്റിയുടെയും ദൈവികമായ ഹാർമണിയുടെയും ഒക്കെ ഒരു പ്രതീകമായിട്ട് കാണേണ്ടതുണ്ട്. ഇനി അത് എല്ലാ ഡീറ്റെയിൽസിലും ഉണ്ടെന്നാണ് പറഞ്ഞത്. പള്ളിയുടെ ആകൃതി, എങ്ങനെ പള്ളി പണിയണം, പള്ളിയുടെ ആന്തരികമായിട്ടുള്ള ഘടന, പിന്നെ അതിൻ്റെ ശബ്ദങ്ങൾ, പാട്ട്, ചാൻഡിങ്, കളേഴ്സ്, വ്യത്യസ്തങ്ങൾ, വളരെ കളർഫുൾ ആയിട്ട് എല്ലാം മനോഹരമായിട്ട്. അതുപോലെ ലൈറ്റ്, സാങ്ച്വറിയിലും എല്ലാം ലൈറ്റ് എപ്പോഴും ലിറ്റർജിയിൽ നിർണായക പ്രാധാന്യം ഉള്ളതാണ്. നമ്മുടെ സീറോ മലബാർ ലിറ്റർജിയിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ലൈറ്റ് ഉണ്ട്. അതൊക്കെ അപ്രത്യക്ഷമായി സാങ്ച്വറിയുടെ അതിവിശുദ്ധ സ്ഥലത്തിന്റെ അതിർത്തിയിൽ ഉണ്ടായിരുന്നൊരു ലാമ്പുണ്ട്. അതൊക്കെ ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുകയാണ്. പുറത്ത് ഹൈക്കലയിൽ ഒരു ലാമ്പ്, സാങ്ച്വറിയിൽ ഒരു ലാമ്പ്, രണ്ടും ഒന്ന് സ്വർഗത്തിന്റെ സൂചന നൽകി, ഒന്ന് ഭൂമിയുടെ സൂചന നൽകിക്കൊണ്ട് നിലകൊണ്ടിരുന്നതാണ്. അപ്പോൾ ലൈറ്റ് എല്ലാ ഓറിയന്റൽ സഭകളിലും വളരെ പ്രധാനപ്പെട്ടാണ്. അതുപോലെ സെന്റ് എന്ന് വെച്ചാൽ ഫ്രാഗ്രൻസ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻസെൻസ് ആണ്. അത് ഓറിയന്റൽ സഭകൾക്ക് പറയാതിരിക്കാൻ വയ്യ. ഓറിയന്റൽ സഭകളിലെ അവിടെ ഒരു ലിറ്റർജി നടക്കുക എന്ന് പറഞ്ഞാൽ ഇൻസെൻസ് കൂടാതെ ഒരു ലിറ്റർജി ഇല്ല. എല്ലാ ഇന്ദ്രിയങ്ങളെയും ഈ ലിറ്റർജിക്കൽ സെലിബ്രേഷൻ ഡയറക്റ്റ് ആയിട്ട് അപ്പീൽ ചെയ്യുന്നുണ്ട്. എല്ലാ ഇന്ദ്രിയങ്ങളെയും, കാഴ്ചയെ, കേൾവിയെ, സ്പർശത്തെ, രുചിയെ, അതുപോലെ ഗന്ധത്തെയും ഇത് സ്വീകരിക്കുന്നു. അപ്പോ ധൂപിക്കുമ്പോൾ അവിടെ ഇന്ന ധൂപം പ്രാർത്ഥനയെ, ദൈവസ്തുതിയെ നമ്മെ ഓർപ്പിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെ നമ്മെ ഓർപ്പിക്കും. എന്നാൽ അതിൻ്റെ സുഗന്ധം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ പള്ളികളിലെ ധൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടിച്ച് പുകയുണ്ടായാൽ അത്ഭുതം, അപൂർവത്തിലാണ്. പുക തന്നെ കഷ്ടി, ഇത്തിരി പേരിന് പുക എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം യാക്കോബായ ഓർത്തഡോക്സ് പള്ളി അല്ലെങ്കിൽ മലങ്കര പള്ളിയിലൊക്കെ ചെന്ന് നോക്കിയാൽ പള്ളി നിറയും. അതുപോലെ പള്ളി നിറയും, ആ സൗരഭ്യവും നിറയും. അതേക്കുറിച്ച് പിതാക്കന്മാർ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. ലാഹുമാറ പാടുന്നതിന് മുമ്പ് ലാഹുമാറയോട് ചേർന്നുള്ള ധൂപത്തെക്കുറിച്ച് ഗബ്രിയേൽ കത്രായ പറയുന്നത് ഇത് ഭാവി സ്വർഗീയ സൗഭാഗ്യത്തിന്റെ മാധുര്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ സുഗന്ധമെന്ന്. അതുപോലെ സുവിശേഷം വായിക്കുമ്പോൾ ഉയർത്തുന്ന സുഗന്ധത്തെ കുറിച്ച് പറയുന്നു, ഇത് കർത്താവിന്റെ വചനത്തിന്റെ
മാധുര്യത്തെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ അനാഫ്ര തുടങ്ങിക്കഴിയുമ്പോൾ ബലിപീഠത്തിന് ദിവ്യരഹസ്യങ്ങളെയും ധൂപിക്കുന്ന ആ ധൂപത്തിന്റെ സൗരഭ്യത്തെ കുറിച്ച് പറയുന്നത് കർത്താവിന്റെ കബറടക്ക വേളയിൽ അവിടുത്തെ ശരീരത്തെ പൂശിയ ആ സുഗന്ധദ്രവ്യങ്ങളുടെ സൗരഭ്യത്തെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ സ്വർഗത്തെയും പെസഹ രഹസ്യത്തെയും ഒക്കെ നമ്മുടെ ഹൃദയത്തിന്റെ അനുഭവമാക്കി മാറ്റാൻ ഈ സൗരഭ്യത്തിന് കഴിയണമെന്നാണ് പൗരസ്ത്യ സഭകൾ നിഷ്കർഷിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ എടുത്തു പറയാൻ കാരണം വാസ്തവത്തില് ഓറിയന്റൽ കോൺഗ്രിഗേഷൻ ഇത്തരം ഒരു രേഖയായിട്ട് മുന്നോട്ട് വന്നപ്പോൾ പൗരസ്ത്യ സഭകളിൽ നിന്ന് ചിലതിലെങ്കിലും പ്രത്യേകിച്ച് കത്തോലിക്ക പൗരസ്ത്യ സഭകളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെടുക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയായി. The lengthy duration of the celebration, repeated invocations, everything expresses gradual identification with the mystery celebrated with one's whole person. അപ്പോൾ എന്തിനാണ് ആവർത്തനം? വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ് ആവർത്തനം. പിന്നെ നീണ്ട ആഘോഷങ്ങള് ഒരു ലക്ഷ്യമുള്ളൂ, ഈ മിസ്റ്ററിയെ സ്വായത്തമാക്കണം, അതിനെ നമ്മുടെ അനുഭവമാക്കി തീർക്കണം. ഇത് ഇപ്പൊ ഓറിയന്താലെ ലുമിനി മാത്രം പറഞ്ഞില്ല, ഇതിനു മുമ്പ് തന്നെ എല്ലാ കത്തോലിക്ക സഭയിലെ ക്രിസ്തീയ സഭയിൽ ലിറ്റർജി സെലിബ്രേറ്റ് ചെയ്യുന്നതിന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് സഭ പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് വത്തിക്കാൻ കൗൺസില് ആരാധനക്രമത്തെ കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ 2ാമത്തെ നമ്പറിൽ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ത്രൂ ദ യൂക്കറീസ് ദാറ്റ് ദ ഫെയ്ത്ത്ഫുൾ ആർ എനേബിൾഡ് to express in themselves and to manifest to others the mystery of Christ and the real nature of the church. മിശിഹാ രഹസ്യത്തെ തങ്ങളുടെ ജീവിതത്തിൽ എഴുതി ചേർക്കാനും എന്നുവെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ട് അവതരിപ്പിക്കാനും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും കുർബാനയിലൂടെ പ്രാപ്തമായി തീരണം. അതുകൊണ്ടാണ് ഈ ആവർത്തനങ്ങൾ വരുന്നത്. നമ്മുടെ ഒരു അനുഭവമായി തരും. ആവർത്തനങ്ങൾക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ട്. നമ്മൾ ആവർത്തിക്കുന്നതനുസരിച്ച് അത് നമ്മുടെ അനുഭവമായി, ഗാഠമായ അനുഭവമായിട്ട് തീരുന്നു. ഇപ്പൊ കുർബാനയിൽ പെസഹ രഹസ്യം പല പ്രാവശ്യം നമ്മൾ ആവർത്തിക്കുക, ഒരേ കുർബാനയെ തന്നെ. അപ്പൊ ഇത് റിപ്പീറ്റഡ്. അതുപോലെ പ്രാർത്ഥനകൾക്ക് ഇൻവോക്കേഷൻസിനെല്ലാം ആഴമേറിയ അനുഭവത്തിലേക്ക് നയിക്കാനുള്ള ആ കഴിവുണ്ട്. നമ്മുടെ സഹോദരങ്ങള്, നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം നമുക്കറിയാം. മന്ത്രോച്ചാരണങ്ങള് ഒരേ ഒരു വാക്ക് തന്നെയായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ഉരുവിട്ടുണ്ട്, രാം രാമ എന്നുള്ളത്, അത് തന്നെ ഉരുവിടുന്നു. അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഓം നമ ശിവായ കണ്ടിന്യൂസ് ആയിട്ട് ഉരുവിട്ട് എന്താ, അതിന് ആ വ്യക്തിയെ ഗാഠമായ ദൈവാനുഭവത്തിലേക്ക് നയിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം അവർക്കുണ്ട്. നമ്മുടെ പ്രാർത്ഥനകള് അത്തരത്തിൽ തന്നെ ഉള്ളതാണ്, ആവർത്തനങ്ങള്. അപ്പോൾ ഓറിയന്റൽ ലിറ്റർജികളിൽ എപ്പോഴും ആവർത്തനങ്ങളുണ്ട്. വെറും ആവർത്തനമല്ല, ഒരു കാര്യം അനാവശ്യമായ ആവർത്തനങ്ങളല്ല, അത് മീനിങ്ലെസ് ഓർ മൊണോട്ടണസ് റിപ്പിറ്റീഷൻ എന്നൊക്കെ ചിലപ്പോൾ ആളുകൾ പറയും. അതല്ല, ദൈവത്തെ സ്തുതിക്കുന്നത് എന്തോരം സ്തുതിച്ചാലും കൂടുതലായി പോവില്ല. എന്നാലിപ്പോൾ ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ ആവർത്തിക്കേണ്ട കാര്യമില്ല. ഒരു ഇൻഫർമേഷൻ എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തനത്തിന് ഈ പറയുന്ന പ്രസക്തിയില്ല. നമ്മളെ കൂടുതൽ ദൈവാനുഭവത്തിലേക്ക്, മിശിഹാ രഹസ്യത്തിലേക്ക് നയിക്കാൻ നമ്മുടെ കുർബാനയിലെ ആവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ആവർത്തിച്ചുള്ള സ്തുതിപ്പുകൾക്ക് സാധിക്കും. Thus, the prayer of the church already becomes participation in the heavenly liturgy and anticipation. അപ്പൊ ഈ മാർപ്പാപ്പ ഈ കാര്യങ്ങളെല്ലാം എടുത്തെടുത്ത് കാണിച്ചിട്ട് പറയുന്നത് ഈ ഘടകങ്ങൾ, ഇതിപ്പോ ഞാനിവിടെ ഊന്നി പറഞ്ഞത് ഇനി വരുന്നിടത്തെല്ലാം, മുന്നോട്ട് വരുന്നിടത്തെല്ലാം സൂചിതമായിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഈ ഒരു ടെസ്റ്റിനെ ബേസ് ചെയ്ത് ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ഘടകങ്ങളുടെ എല്ലാം പ്രോപ്പറായ ആഘോഷം അത് യഥാർത്ഥ സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുക. ഇനി എക്യുമേനിസത്തെ കുറിച്ചുള്ള ഡിക്രിയില് നമ്മുടെ ഓറിയന്റൽ സഭകളുടെ ലിറ്റർജിക്കൽ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. എക്യുമേനിസം UR അതിന്റെ 15ാമത്തെ നമ്പറിൽ, അതിവിടെ ഇൻസ്ട്രക്ഷന്റെ 3ാമത്തെ നമ്പറിൽ സൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ 3ാം നമ്പറിൽ ഇങ്ങനെ, everyone should realize that it is of supreme importance to understand, venerate, preserve and foster the rich liturgical and spiritual heritage of the Eastern churches. In order faithfully to preserve the fullness of Christian tradition
and to bring about reconciliation between Eastern and Western Christians. ചിലപ്പോഴെങ്കിലും ആളുകൾ ചിന്തിക്കുക, എന്തിനാ ഈ സഭ ഇത്ര കഷ്ടപ്പെട്ട് ഈ ഓറിയന്റൽ ഹെറിറ്റേജ് വീണ്ടെടുക്കാൻ നടക്കുന്നത്? അതൊരു ആർക്കിയോളജിക്കൽ കൺസേൺ കൊണ്ടല്ല. പൊതുവെ യൂറോപ്പിലുള്ളവർക്കൊക്കെ പഴയ കാര്യങ്ങളെ പ്രിസർവ് ചെയ്യുന്നതിനോട് ഒരു താല്പര്യമുണ്ട്. അത് നിലവിൽ ഉപയോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പഴയ കാര്യങ്ങളെ സൂക്ഷിക്കുന്ന ഒരു കൺസേൺ, അതിനെ ഒരു കേടും കൂടാതെ പരമാവധി സൂക്ഷിക്കാൻ, അത്തരത്തിലുള്ള ഒരു ആർക്കിയോളജിക്കൽ കൺസേൺ ആണോ ഈ പൗരസ്ത്യ സഭകളുടെ സോക്കോൾഡ് കാലഹരണപ്പെട്ടെന്ന് പറയുന്ന, എന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്ന ആ കാര്യങ്ങളെയൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ റോമിനെ പ്രേരിപ്പിക്കുന്നത്? ചില കാര്യങ്ങൾ അങ്ങനെ പൊക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആരും ചോദിച്ചിട്ടില്ലേ പോലും അങ്ങ് കാലഹരണപ്പെട്ടു പോയ കാര്യം നമ്മുടെ സഭയെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ ബേമ, ഈ സെൻട്രൽ ബേമ എന്ന കൺസെപ്റ്റ്, അത് ഈസ്റ്റ് സിറിയൻ ട്രഡീഷന്റെ മുഖമുദ്രയായ ഒരു കാര്യമായിരുന്നു. സിറിയൻ ട്രഡീഷൻ മാത്രമല്ല, ബൈസന്റൈൻ ട്രഡീഷനിലും പിന്നെ വെസുറിയൻ ട്രഡീഷനിലും ഒക്കെ ഉണ്ടായിരുന്നത് സെൻട്രൽ ബേമയാണ്. അതാണ് ലിറ്റർജി ഓഫ് വേർഡിന്റെ വെന്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അമംഗ് ദ പീപ്പിൾ. അത് പക്ഷേ ദീർഘകാലത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്തത് ഈ സിറിയൻ ട്രഡീഷനാണ്. പക്ഷേ കാലക്രമത്തില് അവിടെ ഇറാഖിലെ പ്രത്യേക ചരിത്ര സാഹചര്യത്തില് അത് ബേമ പ്രത്യക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മംഗോളിയൻ അറ്റാക്ക് ഉണ്ടായപ്പോൾ അവര് ഇറാഖിലെ വടക്ക് ഭാഗത്തുള്ള ഭാഗത്തേക്കും പർവ്വത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യുക. അവിടെ നിർമ്മിച്ച പർവ്വതങ്ങളിലൊക്കെ നിർമ്മിച്ച താൽക്കാലികമായ ആ പള്ളികളിലൊന്നും ഇങ്ങനെ ബേമ അറേഞ്ച് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ കാലക്രമത്തിൽ സെൻട്രൽ ബേമ എന്നുള്ള കൺസെപ്റ്റ് അങ്ങ് പോയി. അത് കെസ്ട്രോമായോട് ചേർത്തുള്ള സംവിധാനമായി. അത് തന്നെ പിന്നെ അവര് അവിടെ നിന്ന് വന്നിരുന്ന മെത്രാന്മാര് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് പ്രതിഷ്ഠയെ കാണാം. പിന്നീട് പ്രയോഗത്തില് ഈ സിറിയൻ ട്രഡീഷന്റെ മൂന്ന് രൂപങ്ങളിലും, കാൽഡിയൻ, അസൂറിയൻ, സുറമൽ, ഒരിടത്തും സെൻട്രൽ ബേമയില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് നമ്മുടെ 1986 റാസയോടുകൂടി സെൻട്രൽ ബേമയെ റോം റിസ്റ്റോർ ചെയ്തത്. ഇവിടുന്ന് ആരെങ്കിലും മെനക്കെട്ട് ചോദിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. റോം ഏതായാലും, കാരണം 1959 നൽകിയ ഓർദോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ വന്ന, അത് വളരെ അർത്ഥമുള്ളൊരു കാര്യമാണ്. കാരണം ഈ ലിറ്റർജിയെ സംബന്ധിച്ചിടത്തോളം വചനത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ജനങ്ങൾക്കിടയിലാണ് എന്നുള്ള മനോഹരമായ സന്ദേശം. അത് കാലഹരണപ്പെട്ടെന്ന് കണ്ടപ്പോൾ റോമിൽ നിന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് റിസ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അത് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നുള്ളതിന്റെ ഉത്തരം ഇവിടെ കിടക്കുന്നത്. ഈ ഓറിയന്റൽ പാരമ്പര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. എവ്രി വൺ ഷുഡ് റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് ഓഫ് സുപ്രീം ഇമ്പോർട്ടൻസ്. ഇനി എന്താ ചെയ്യണേ? ഈ ഓറിയന്റൽ ലിറ്റർജിക്കലും സ്പിരിച്വലുമായിട്ടുള്ള ഈസ്റ്റേൺ ചർച്ചസിന്റെ ആ വളരെ സമ്പന്നമായ ഹെറിറ്റേജിനെ മനസ്സിലാക്കണം, അതിനെ വെനറേറ്റ് ചെയ്യണം എന്നാ പറയണത്. വെനറേറ്റ് മീൻസ് ഹാവിങ് എ റെസ്പെക്ട്, ഡീപ്പ് റെസ്പെക്ട്, ഡിവോഷൻ ടു ഇറ്റ്. ആ പരുവത്തിൽ വെറുതെ ഒരു അറിവല്ല, ആ അറിവിനെ നമ്മൾ പൂജിക്കുന്ന തരത്തിലുള്ള അറിവെന്ന് പറയാം. ആൻഡ് പ്രിസർവ് ആൻഡ് ഫോസ്റ്റർ. അറിയണം, അതിനോട് വലിയ താല്പര്യവും സ്നേഹവും ഉണ്ടാകണം, അതിനെ പ്രിസർവ് ചെയ്യണം, അതിനെ പോഷിപ്പിക്കണം, ഫോസ്റ്റർ ചെയ്യണം. ഈ ഓറിയന്റൽ ഹെറിറ്റേജിനെ എന്നാണ് പറയുന്നത്. വത്തിക്കാൻ കൗൺസിലിന്റെ എക്യുമെനിസത്തെ കുറിച്ചുള്ള ഡിഗ്രി പറഞ്ഞു. എന്തിനാ? ഇൻ ഓർഡർ ഫെയ്ത്ത്ഫുള്ളി ടു പ്രിസർവ് ദ ഫുൾനെസ് ഓഫ് ക്രിസ്ത്യൻ ട്രഡീഷൻ. ഇവിടെയാണ് ഈ കത്തോലിക്ക സഭയ്ക്ക് ഓറിയന്റൽ ഹെറിറ്റേജിനോടുള്ള കൺസേണിന്റെ പൊരുള് കിടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആർക്കിയോളജിക്കൽ കൺസേണും അല്ല. പഴയ കാര്യം പഴയതാണെന്നുള്ളതിന്റെ പേര് റിട്ടേൺ ചെയ്യാനും അതൊരു കാര്യമല്ല. പക്ഷെ ഇവിടെ ഈ ഓറിയന്റൽ ഹെറിറ്റേജ്, ലിറ്റർജിയുടെയും സ്പിരിച്വാലിറ്റിയുടെ കാര്യത്തിലുള്ള ആ ഓറിയന്റൽ ഹെറിറ്റേജും കൂടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ വിശ്വാസം, അതായത് ക്രിസ്തീയ സഭയുടെ വിശ്വാസം തന്നെ അപൂർണമാകും. അതുകൊണ്ട് ക്രിസ്തീയ സഭയുടെ പാരമ്പര്യത്തെ അതിന്റെ പൂർണ്ണതയിൽ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓറിയന്റൽ സഭകളുടെ ഹെറിറ്റേജിന് വീണ്ടെടുക്കണമെന്ന് തോന്നുന്നത്. ഞാൻ 40 മിനിറ്റിന്റെ കാര്യം ഓർത്തില്ല കേട്ടോ, സോറി. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോയിക്കോളാം. അതുപോലെ ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള ഐക്യത്തിന്റെയും നിദാനമായിട്ട് ഇത് മാറുന്നു. അപ്പോ കത്തോലിക്ക സഭയുടെ, ക്രിസ്തീയ സഭയുടെ വിശ്വാസത്തെ അതിന്റെ പൂർണ്ണതയിൽ, പാരമ്പര്യത്തെ അതിന്റെ പൂർണ്ണതയിൽ സംരക്ഷിക്കണമെങ്കിൽ പൗരസ്ത്യ സഭകളുടെ ലിറ്റർജിയും സ്പിരിച്വാലിറ്റിയും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ശക്തമായ രീതിയിൽ ഇവയെ സംരക്ഷിക്കാനായിട്ട്
സഭ ഒരുങ്ങി, കത്തോലിക്ക സഭ ഒരുങ്ങിയതിൻ്റെ ഒരു കാര്യമാണിത്. ഞാനിവിടെ ജനറലായിട്ട് ഇനി പറഞ്ഞു പോയാൽ, ഈ വത്തിക്കാൻ കൗൺസിലിന് ശേഷം വത്തിക്കാൻ കൗൺസിലിന്റെ രേഖകളിലൊക്കെ തന്നെ ഈ ഓറിയന്റൽ ഹെറിറ്റേജിനെ കുറിച്ച് സൂചനയുണ്ട്. ഉദാഹരണത്തിന് ലൂമൻ ജെൻസിയം 23, പിന്നെ ഉണിതാത്തിസ് റെലിന്റെ ഗ്രാസിയോ 14 മുതൽ 17 വരെയുള്ള നമ്പറുകളിൽ, പിന്നെ ഓറിയന്താലും എക്ലേസിയാരും വളരെ വിശദമായിട്ട് ഈ ഓറിയന്റൽ ഹെറിറ്റേജിനെ കുറിച്ച് പറയുന്നു. അതിനുശേഷം ഇതെല്ലാം കൂടി ഈ ഓറിയന്റൽ കോഡ് ഓഫ് ഈസ്റ്റേൺ ചർച്ചസിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തു. അതേ തുടർന്ന് ഇത് വരാനിട വന്നത് ഞാൻ പറയുന്നത്, ആ കോഡുകളിൽ കിടക്കുന്ന കാനൻ നിയമങ്ങളിൽ കിടക്കുന്ന സൂചനകളെ അല്ലെങ്കിൽ ലിറ്റർജിയെ സംബന്ധിക്കുന്ന പ്രത്യേകമായ നിർദ്ദേശങ്ങളെ എന്തു വില കൊടുത്തും സഭയുടെ ആരാധനാ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള നിർബന്ധമാണ് ഈ ഇൻസ്ട്രക്ഷനിൽ കാണുന്നത്. ഈ ലിറ്റർജിക്കൽ ലോസിനെ കുറിച്ച് ഈ ഇൻസ്ട്രക്ഷൻ പറയുന്നത് അതിന്റെ 5ാമത്തെ നമ്പറിൽ ഇങ്ങനെ പറയുന്നുണ്ട്. The liturgical laws valid for all the Eastern churches are important because they provide the general orientation. However, being distributed among various days, they risk remaining ignored, poorly coordinated and poorly interpreted. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഈ ലിറ്റർജിക്കൽ ലോസ് അത് ഓറിയന്റൽ സഭകൾ പൊതുവെ ഗൗരവമായിട്ട് എടുക്കും. പക്ഷേ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അതിനെ ഓൾമോസ്റ്റ് ഇഗ്നോർ ചെയ്ത ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന വളരെ ദയനീയമായ രീതിയിലാണ് ഇത് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നതും ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നതും. വേണ്ടത്ര പഠനങ്ങൾ ഉണ്ടായിട്ടില്ല. പല കാര്യങ്ങളെക്കുറിച്ചും പല റൂബ്രിക്സിനെ കുറിച്ചും നിഷ്കർഷകൾ വേണ്ടത്ര ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ അഭിമാനത്തോടെ പറയും, നമ്മൾ ഭയങ്കരമായിട്ട് ഇതെല്ലാം റിസ്റ്റോർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. എന്തിന്? നമ്മുടെ കുർബാന സ്വീകരണത്തെക്കുറിച്ചുള്ള ആ നിയമങ്ങൾ, കുർബാന സ്വീകരണത്തെ സംബന്ധിക്കുന്ന റൈറ്റ് ഓഫ് കമ്മ്യൂണിയന്റെ ലിറ്റർജിക്കൽ റൂൾസ് ഉണ്ട് അവിടെ തക്സയെ കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പള്ളിയിൽ അതുപോലെയൊക്കെ സംഭവിച്ച് കാണുന്നുണ്ടോ? എനിക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്. കൃത്യം എഴുതി വെച്ചിരിക്കുന്ന അവിടെ. ഉദാഹരണം പറഞ്ഞാൽ, കുർബാന സ്വീകരണത്തിന് പോകുമ്പോൾ ഡീക്കന്റെ കയ്യിലേക്ക് ആദ്യം ശോശപ്പ വിരിക്കുന്നു, അത് കഴിഞ്ഞ് പീലാസ് എടുത്തു വെക്കുന്നു, ഡീക്കന്റെ നമുക്ക് പ്രാർത്ഥിക്കാന്നുള്ള പ്രാർത്ഥന, അതുപോലെ മറ്റൊരു ഡീക്കന്റെ കയ്യിൽ കാസ എടുത്തു കൊടുക്കുന്നു. അതൊക്കെ അവിടെ കിടപ്പുണ്ട്, ഇപ്പോഴും റൂബ്രിക്സിൽ ഇപ്പോഴും എടുപ്പുണ്ട്. പക്ഷെ അങ്ങനെ കിടക്കുന്നതിനെ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. സഭ അത്ര കാര്യത്തില് വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നതും. ഇവിടെ പറയുന്നത് they risk remaining ignored, ഇഗ്നോർ ചെയ്യപ്പെട്ടു കൊടുക്കുക, poorly coordinated and poorly interpreted. It seemed opportune therefore to gather them in a systematic whole, completing them with further clarification. എന്നൊക്കെ ഞാൻ പറയുമ്പോൾ എല്ലാ കാര്യവും അതേപടി കൃത്യമായിട്ട് നമ്മുടെയൊക്കെ പാരമ്പര്യം എടുത്ത് ചേർത്തതാണ് ഇൻസ്ട്രക്ഷൻ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ. ഉദാഹരണത്തിന് കുർബാനയുടെ കാര്യം വരുമ്പോൾ പേര് തന്നെ, കുർബാനയുടെ സെക്ഷനിൽ അവർ കൊടുത്തിരിക്കുന്ന ചാപ്റ്ററിൽ അവർ കൊടുത്തിരിക്കുന്ന പേര് തന്നെ, ഉദാഹരണത്തിന് ചാപ്റ്റർ 8 ഡിവൈൻ ലിറ്റർജി എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഡിവൈൻ ലിറ്റർജി അത് ബൈസന്റൈൻ ട്രഡീഷൻ പ്രിഫർ ചെയ്യുന്നൊരു ടൈറ്റിലാണ്. നമ്മൾ പ്രിഫർ ചെയ്യുന്ന റാസയുണ്ട്, കുർബാനയുണ്ട്, പക്ഷെ അതൊന്നും ഈ ഭാഗത്തേക്കെത്തില്ല. കാരണം ഇവിടെ ഇവർ ഊന്നലോടെ കണ്ടെത്തി ഇതിന് ഇച്ചിരൂടെ ശ്രദ്ധിക്കാൻ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും മറ്റ് സഭകളിലൊക്കെ ഉള്ളതാണെന്ന് ഖേദപൂർവ്വം പറയണം. കാരണം നമ്മുടെ ഈ സിറിയക് ട്രഡീഷനിൽ മറ്റുള്ള കാര്യങ്ങൾ വേണ്ടത്ര ഊന്നലോടെ വന്നിട്ടില്ല. അവർ കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതിനുള്ള ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഡീറ്റെയിൽസ് ഓരോ സഭയും വർക്കൗട്ട് ചെയ്യണമെന്നാണ്. അപ്പം അതിന് ഓരോ സഭയുടെയും ലിറ്റർജി കമ്മീഷൻ ഇതിനു വേണ്ടി തയ്യാറാക്കണം. ഈ ഡയറക്ടറിക്ക് സമാനമായ ഒന്ന് പർട്ടിക്കുലർ ലോസിന്റെ സഹായത്തോടെ തയ്യാറാക്കണമെന്നാണ് ഈ ഇൻസ്ട്രക്ഷനിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഇൻസ്ട്രക്ഷന്റെ ഊന്നലുകളെ കുറിച്ച്, അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് അതൊന്ന് ഞാൻ വായിക്കാം.
അവിടെ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ അതങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇറ്റ് ഡീൽസ് വിത്ത് ദ മീനിങ് ആൻഡ് നേച്ചർ ഓഫ് ദി ഇൻസ്ട്രക്ഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ടു ലീഡ് ടു എ മോർ പ്രൊഫൗണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഇമ്മൻസ് റിച്ച്നെസ് ഓഫ് ദ ഒത്തന്റിക് ഈസ്റ്റേൺ ട്രഡീഷൻസ് which are to be scrupulously maintained and communicated to all the faithful. നമ്മുടെ വളരെ റിച്ച് ആയിട്ടുള്ള ഈ ട്രഡീഷൻസിനെ സ്ക്രൂപ്പുലസ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ലക്ഷ്യം. നമുക്ക് ഇതിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പേർക്കൊക്കെ ബുദ്ധിമുട്ടാകും, പ്രായോഗിക അസൗകര്യമുണ്ട്. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ കുർബാന ഡബിൾ സ്പീഷീസ് തന്നെ കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ദൈവശാസ്ത്രവും എല്ലാം അതാ. അങ്ങനെ അസൗകര്യം, വളരെ അസൗകര്യം ഉണ്ടാവുന്നില്ലേ കൊടുക്കാൻ പറഞ്ഞത്. പക്ഷെ മിക്കവാറും അച്ഛന്മാർക്ക് അത് അസൗകര്യമാണ്. അത് കഷ്ടപ്പെട്ടു പഠൻ. ഹലോ, എന്നോടാണോ പറയുന്നത്? 5 മിനിറ്റോടെ. ഓക്കെ, ഞാനിത് അപ്പോ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇത്തിരി സ്ട്രെയിൻ എടുത്തിട്ടാണെങ്കിലും ഈ ഇത്തരം കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു മടി. അപ്പൊ അതുകൊണ്ട് ഈ ഇൻസ്ട്രക്ഷൻ പറയണത് they are to be scrupulously maintained and communicated to all the faithful. എല്ലാവർക്കും ഈ കാര്യങ്ങളെ മനസ്സിലാക്കാനും അറിയാനും ഒക്കെ ആയിട്ടുള്ള ഇടവരുത്തണം. രണ്ടാമതൊരു കാര്യം എന്താ, to arrange the liturgical norms valid for all the Catholic Eastern churches in an organic summary and to introduce recovery where necessary of the Eastern liturgical authenticity according to the tradition which each Eastern church has inherited from the apostles through the fathers. ഇതിനൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു അവതരണം, ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളെ റിക്കവർ ചെയ്തുകൊണ്ട്, നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ റിക്കവർ ചെയ്തുകൊണ്ട് ആ ലിറ്റർജിക്കൽ ഓതന്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത്. അടുത്തത്, to exhort a permanent liturgical formation to be organized on a solid basis for both the clergy, beginning with the seminarians and formation institutes, and the people of God through schools of mystagogical catechesis. ഇത്തരത്തിലുള്ള ഒരു ചിന്തയുണ്ട്. അതിനോട് നമ്മൾ അല്പമൊക്കെ പ്രതികരിച്ചതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ സഭയിലെ ലിറ്റർജിക്കൽ കാറ്റക്കേസിസ് എന്ന് പറഞ്ഞ് ഒരു ഗ്രന്ഥം ഉണ്ടായത്. പക്ഷെ ഇന്ന് എത്ര പേർക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ടെന്നുള്ളത് ചോദിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏറെക്കുറെ സഭയില് പൊതുവായിട്ടുള്ള ധാരണയോടുകൂടി, അതേസമയം അതിൻ്റെ പൗരസ്ത്യ ജനമയ്ക്ക് വലിയ വീഴ്ചയില്ലാത്ത രീതിയിലൊക്കെ അത് വ്യാഖ്യാനിച്ചു വച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരുടെയും കയ്യിൽ എത്തപ്പെടുന്നില്ല. To list the principle in common for the elaboration of liturgical directories for the individual churches. അത് നേരത്തെ പറഞ്ഞത്, എല്ലാ സഭകളിലും ഇത്തരത്തിലുള്ള ഡയറക്ടറീസ് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത സൂചിപ്പിക്കുകയാണ്. So the present instruction, compared on the basis of the indications of the Holy See and of the Eastern liturgical tradition, limits itself to the formulation of principles and rules valid for all Eastern churches. The authorities of the Eastern churches, according to the indications of the Apostolic constitutions, are invited to receive them with the full open-mindedness and insert them into the prescriptions of their own liturgical laws. അപ്പോൾ നമുക്ക് നമ്മുടേതായ ലിറ്റർജിക്കൽ ലോസ് എന്നുള്ളൊരു കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് വേണം. അത് റൂബ്രിക്സ് എന്ന് പറഞ്ഞങ്ങ് തള്ളിക്കളയാവുന്ന കാര്യമല്ല, കൃത്യമായ നിയമങ്ങൾ. കാരണം ഞാൻ ഇതിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു തുടങ്ങിയതുപോലെ ഒരു പ്രോപ്പർ ലെക്സൊറാന്തി ഉണ്ടാകണമെങ്കിൽ ഈ ലിറ്റർജിക്കൽ റൂൾസ്, ലിറ്റർജിക്കൽ ലോസ് അവിടെ കൃത്യമായിട്ട് വരണം. അങ്ങനെയുള്ള ആ ലിറ്റർജിക്കൽ ലോസിനെ ഒന്നുകൂടി വ്യക്തമായി ക്രോഡീകരിക്കാനും സിസ്റ്റമറ്റൈസ് ചെയ്യാനും ഈ ഇൻസ്ട്രക്ഷന് കഴിയുമെന്നാണ് സഭ വിശ്വസിക്കുന്നത്. 5 മിനിറ്റാണ്, എനിക്ക് കൂടുതൽ ഇതിനെ വിശദീകരിക്കാൻ പറ്റില്ല. ഞാൻ ഓരോ ചാപ്റ്ററിലും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ഇത് അവസാനിപ്പിച്ചോളാം. ചോദ്യം ചോദിക്കുന്നതിനിടയ്ക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഈ പർട്ടിക്കുലർ ഹെറിറ്റേജിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച്, അതുപോലെ അതിനെ പോഷിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൽ ഈ ലിറ്റർജിക്കൽ ഹെറിറ്റേജിൻ്റെ അതിൻ്റെ റിച്ച്നെസ്, സമ്പന്നതയെക്കുറിച്ച് പറഞ്ഞു. അവിടെ 15ാമത്തെ നമ്പറിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓറിയന്റ് സഭകളിൽ ലിറ്റർജിക്കുള്ള ആ പ്രീ എമിനൻസിനെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആരംഭത്തിൽ
Orientale Lumen Society, the notions of the whole life of the church was therefore summarized in liturgy. It is a model which inspires the Eastern churches and which constitutes their force. The model should be the inspiration, especially of the necessary re-evaluation of the mystagogical method for the formation of the faithful. From the liturgy, understood and assimilated, progress in the life of Christ is born. ലിറ്റർജിയുടെ ആഴമായിട്ടുള്ള അനുഭവമാണ് ഈശോമിശിഹായിലുള്ള ജീവിതത്തിന് പിറവി അരുളുന്നതെന്ന്. ഇനി കാത്തലിക് ചർച്ചസ് ആ സഭയുടെ ഐഡന്റിറ്റിയുടെ തന്നെ സോഴ്സായിട്ട് 16-ാമത്തെ നമ്പർ ഇത് പ്രതിപാദിക്കുന്നുണ്ട്. പാരമ്പര്യത്തിന് സഭയിലുള്ള വലിയ പ്രാധാന്യത്തെക്കുറിച്ചാണ്, ലിറ്റർജിയെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യത്തിനുള്ള വലിയ പ്രാധാന്യത്തെക്കുറിച്ചാണ് 17-ാമത്തെ നമ്പർ പറയുന്നത്. ലിറ്റർജിക്കൽ റിഫോമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 18, 19, 20 കൃത്യമായി പറയുന്നു. നല്ല വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളാണ്. റിന്യൂവൽ എന്നും പറഞ്ഞുകൊണ്ട് എടുത്തുചാട്ടത്തെ അതിന് തടയിടാൻ വളരെ വ്യക്തമായിട്ടുള്ള സൂചനകൾ കൂടിയുണ്ട്. അതുപോലെ 20-ാമത്തെ നമ്പറിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ, ക്രൈറ്റീരിയ ഫോർ ദ ലിറ്റർജിക്കൽ റിന്യൂവൽ പ്രതിപാദിക്കുന്നു. 4-ാമത്തെ അധ്യായത്തിൽ ഈ ലിറ്റർജിക്കൽ ലെജിസ്ലേഷൻ നടത്താനുള്ള കോമ്പിറ്റന്റ് അതോറിറ്റികൾ ആരൊക്കെയാണ്, ആ ലെജിസ്ലേഷന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കി പറയുന്നു. 30-ാമത്തെ നമ്പറിൽ ഒരു മിസ്റ്റഗോജിക്കൽ കാറ്റഗസിന്റെ ആവശ്യകതയെക്കുറിച്ച് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മുടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആരാധനക്രമ വിശ്വാസ പരിശീലനം എന്ന പേര് നമ്മുടെ സഭയിൽ അത് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് വേണ്ടത്ര എല്ലാവരുടെയും കൈകളിൽ എത്തുവാണെങ്കിൽ, അന്ന് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞത് ഇത് സഭയിലെ എല്ലാ മെത്രാന്മാരുടെയും എല്ലാ വൈദികരുടെയും എല്ലാ സമർപ്പിതരുടെയും എല്ലാ ബ്രദേഴ്സിന്റെയും ഒക്കെ കയ്യിലെത്തണമെന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഞാൻ വെറുതെ ക്ലാസ്സിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നാന്ന് പോലും ആർക്കും നിശ്ചയമില്ലാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇനി വരുന്ന അധ്യായങ്ങളിൽ ഇതിന്റെ പൊതുവായിട്ട് ലിറ്റർജിക്കൽ സെലിബ്രേഷൻ സഭയുടെ തന്നെ ഐക്കണായിട്ട് ഓറിയന്റൽ സഭകൾ കാണുന്നു. 31-ാമത്തെ നമ്പർ ചർച്ച് ഈസ് അസംബ്ലി അറ്റ് പ്രയർ എന്ന രീതി കാണുന്നു. യൂക്കറിസ്റ്റ് മേക്സ് ദ ചർച്ച്, ആ കാര്യമാണ് 32-ാമത്തെ നമ്പറിൽ. അതുപോലെ വിശ്വാസികളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എങ്ങനെ ഫലപ്രദമായിട്ടും കൊണ്ടുനടക്കാമെന്ന് 33-ൽ പറയുന്നു. അതുപോലെ ലിറ്റർജിക്കൽ അസംബ്ലീസ് ഹൈറാർക്കിക്കലി ഓർഡേർഡ് ആണ്, ഹൈറാർക്കിയുടെ നിയന്ത്രണത്തിലാണ് ഈ സെലിബ്രേഷൻ നടക്കുന്നത് എന്നുള്ള 34-ാമത്തെ നമ്പറിൽ കോഡ് ഓഫ് കാനഡ്സ് എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. 6-ാമത്തെ അധ്യായം ഈ ഡിവൈൻ വർഷിപ്പും സാക്രമെന്റ്സും പൊതുവായിട്ട് പ്രതിപാദിക്കുകയാണ്. അതിൽ ലിറ്റർജിക്കൽ ലൈഫിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ സാക്രമെന്റ്സിനെ കുറിച്ചും യാമപ്രാർത്ഥനകളെ കുറിച്ചും പറയുന്നു. അതുപോലെ ഈ സേക്രഡ് ആർക്കിടെക്ചർ, അതിനുള്ളിലുള്ള അറേഞ്ച്മെന്റ്, ഫർണിഷിങ്, സേക്രഡ് ഐക്കൺസ്, അതുപോലെ ഈ വ്യത്യസ്തങ്ങളായ സെറിമണീസും വേരിയസ് ഫങ്ഷൻസ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ലിറ്റർജിക്കൽ സ്പേസ് ടൈമിൽ വരുന്ന സ്പേസ്, ടൈം, പേഴ്സൺസ്, ഓബ്ജക്ട്സ്, വേർഡ്സ്, ആക്ഷൻസ് എല്ലാം. പിന്നെ 38-ാമത്തെ നമ്പറിൽ ലിറ്റർജിയും ഭക്തകൃത്യങ്ങളും തമ്മിലുള്ള ബന്ധം, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് സൂചിക്കുന്നുണ്ട്. ഒന്ന്, വളരെ പ്രചാരസിദ്ധിച്ച ആ ഭക്തകൃത്യങ്ങളെ പാടെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുക. അതേസമയം സാവധാനം യഥാർത്ഥ ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റിയിലേക്ക് ആളുകളെ നയിക്കത്ത രീതിയിൽ വേണ്ടത്ര ഉത്ബോധനം കൊടുക്കണമെന്ന് അവിടെ പറയുന്നു. പിന്നെ 7-ാമത്തെ നമ്പറിലെ സാക്രമെന്റ്സ് ഓഫ് ഇനി പേര് മാത്രമേ പറയുന്നുള്ളൂ, സാക്രമെന്റ്സ് ഓഫ് ഇനിഷിയേഷനെ കുറിച്ച്. 8-ാമത്തത് വിശുദ്ധ കുർബാനയെ കുറിച്ച്, അവർ ഡിവൈൻ ലിറ്റർജി എന്നാണ് പറയുന്നത്. 9 സേക്രഡ് ഓർഡിനേഷൻ, 10 മാരേജ്, 11 പെനൻസ് സാക്രമെന്റ് ഓഫ് റിക്കൺസിലിയേഷൻ, 12 അനോയിന്റിങ് ഓഫ് ദ സിക്ക്, പിന്നെ 13 ഡിവൈൻ പ്രൈസസ്, 14 സേക്രഡ് പ്ലേസസ്, ജസ്റ്റേഴ്സ് ആൻഡ് ഓബ്ജക്ട്സ്. അതൊക്കെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇതിനെക്കുറിച്ചെല്ലാം ഈ സെക്ഷൻസ് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നെടുത്ത് അടുത്ത് വരുന്ന വെബിനാറുകളിൽ പഠിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ ചിന്തനങ്ങൾ അവസാനിപ്പിച്ചു കൊള്ളാം. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മുടെ സെലിബ്രേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണമെന്ന്. എല്ലാവരും, അത് ഏത് നാട്ടിലുള്ളവരും ഏത് ചിന്താഗതിക്കാരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഈ ആഘോഷം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വരണമെങ്കിൽ അതിലുള്ള പങ്കാളിത്തം, കുർബാനയിലുള്ള സജീവ പങ്കാളിത്തം ഏറ്റവും ശ്രേഷ്ഠമായി തീരണമെങ്കിൽ അത് ആ ആഘോഷം തന്നെ ശ്രേഷ്ഠമാകണമെന്നാണ് ബെനഡിക്റ്റ് പാപ്പ സ്നേഹത്തിന്റെ കൂദാശ സാക്രമെന്തും കാരിത്താത്തിസ് പറയുന്നത്. ഞാനൊന്ന് വായിച്ചേക്കാം. 38-ാമത്തെ നമ്പറിൽ
വിശുദ്ധ കർമാനുഷ്ഠാനത്തിൽ ദൈവജനത്തെ പരിപോഷിപ്പിക്കാനുള്ള ഒന്നാമത്തെ മാർഗം ശരിയായ വിശുദ്ധ കർമ്മ അനുഷ്ഠാനം തന്നെയാണ്. ആഘോഷിക്കലിന്റെ കലയാണ്. എന്ന് വെച്ചാൽ ആർസ് ചെലബ്രാന്തി എന്നാണ് അതിനെക്കുറിച്ച് ടച്ച് കിടക്കുന്നത്. ആഘോഷിക്കലിന്റെ കലയാണ് അവരുടെ സജീവമായ ഭാഗഭാഗത്തിനുള്ള ഏറ്റവും നല്ല മാർഗം. നല്ലതുപോലെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ, ജനത്തെ അതിൽ പങ്കുചേർക്കാൻ കഴിയുമെങ്കിൽ നല്ലതുപോലെ അത് സെലിബ്രേറ്റ് ചെയ്യണം. ആർട്ട് ഓഫ് പ്രോപ്പർ സെലിബ്രേഷൻ എന്നാണ് ആർ ചെലബ്രാന്തിക്ക് പറയുന്നത്. എന്നിട്ട് ആ ലാസ്റ്റ് സെന്റൻസ്, ലിറ്റർജി പരമായ നിയമങ്ങളോട് അവയുടെ സർവസമ്പന്നതയിലും വിശ്വസ്തയോടെ ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്നതിന്റെ ഫലമാണ് ആഘോഷത്തിന്റെ കല. എന്നുവെച്ചാൽ ഏറ്റവും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് ലിറ്റർജിയുടെ നിയമങ്ങൾ അതിന്റെ റിച്ച്നെസ്സിൽ പൂർണ്ണമായിട്ട് അതിനെ എന്തെങ്കിലും തരത്തിൽ വ്യാഖ്യാനിച്ച് ആഗ്രഹിക്കുന്ന തരത്തിൽ മനസ്സിലാക്കി അതിനോട് വിശ്വസ്തയോടെ ഒട്ടിച്ചേർന്ന് നിൽക്കണമെന്ന്. അപ്പോ ഈ ഇൻസ്ട്രക്ഷനും കൊണ്ട് സഭ വിവക്ഷിച്ചതും ഇത് തന്നെയാണ്. പരമാവധി നമ്മൾ ലിറ്റർജിയുടെ നിയമങ്ങളോട് വിശ്വസ്തത പുലർത്തുക, സഭയെ അഭിലഷിക്കുന്ന രീതിയിൽ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ലിറ്റർജി സെലിബ്രേറ്റ് ചെയ്യുക. ലിറ്റർജി അനുഭവമാക്കി മാറ്റാൻ സഹായിക്കും. താങ്ക് യു. വളരെ നന്ദി പോളിയച്ച. ഇപ്പൊ നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരമാണ്. 15 മിനിറ്റോളം ഉണ്ട്. ചോദ്യം ചോദിക്കാനുള്ളവര് ഏറ്റവും ചുരുക്കത്തിൽ ചോദിക്കുക. നിങ്ങള് റേസ് ഹാൻഡ് ഓപ്ഷൻ ഒന്ന് പറയുവാണെങ്കിൽ അല്ലെങ്കിൽ അത് അമർത്തുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിന്റെ വലതുവശത്ത് മോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഞെക്കിയാൽ റേസ് ഹാൻഡ് ഓപ്ഷൻ കാണാം. അവിടെ ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പേര് വരും. അപ്പം നമുക്ക് നിങ്ങളുടെ പേര് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ തന്നെ അൺമ്യൂട്ട് ചെയ്ത് ഈ ചാറ്റിൽ കിടക്കുന്ന ഒരു ചോദ്യത്തിന് ഞാനൊന്ന് ഉത്തരം പറഞ്ഞോട്ടെ. Does our church have a directory as envisaged in the liturgical prescriptions? If not, were there already attempts in this regard, and what are the obstacles for preparing one? എനിക്ക് തോന്നുന്നത് അതിന് ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ചായിട്ടുള്ള ഒരു ഡയറക്ടറി എന്ന് പറയാനില്ല. അതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു ധാരണയിലെത്താൻ വേണ്ടി ലിറ്റർജിക്കൽ കാറ്റക്കേസിന്, ആരാധനക്രമ വിശ്വാസ പരിശീലനത്തിന് അങ്ങനെ ഒരു ഫംഗ്ഷനുണ്ട്, ഒരു ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. ഏറെക്കുറെ അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാകുന്നതിന്റെ തുടർച്ചയായിട്ട് ഈ ലിറ്റർജിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് വ്യക്തമായിട്ട് വരും. കാരണം ഓൾ ഓഫ് എ സഡൻ ഈ റൂബ്രീസി പറഞ്ഞ കാര്യങ്ങൾ തന്നെ വന്നാലും അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷെ ഇനി വേറൊരു സ്റ്റേജിൽ ഇതിനൊരു മാറ്റം വന്നിട്ടുള്ളത്, നമ്മുടെ ഓർദോ വളരെ വിശദമായിട്ട് തയ്യാറാക്കുകയാണ്. ഓർദോ എന്ന് പറഞ്ഞാൽ 1959 റോമിൽ നിന്ന് വന്നിരുന്നു. പക്ഷെ അതിനൊക്കെ കുറെ മാറ്റങ്ങളുണ്ട്. പിന്നീട് വന്ന റോമൻ ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് നമ്മൾ അർപ്പിക്കുന്ന കുർബാനയ്ക്ക് അതിൻ്റെ റൂബ്രിക്സിനെയും കുർബാനയും അതുപോലെ മറ്റു കൂദാശകളുടെ ഒക്കെ അനുഷ്ഠാന വിധികളെല്ലാം കൃത്യമായി പ്രതിപാദിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം ഓർദോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രോസസ്സ് നടക്കുന്നു. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞതിനോട് അടുത്ത് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൃത്യമായിട്ട് ഒരു പ്രിസ്ക്രിപ്ഷന്റെ ഏറെക്കുറെ ആ പേര് ഓർദോ എന്നുള്ള രീതിയിലാണ് ഇടാൻ പോകുന്നത്. ജസ്റ്റിൻ മാത്യുവിന് ചോദിക്കാനാണ്. ഓക്കെ അച്ഛൻ, ഞാൻ മെൽബൺ എന്നുള്ള ജസ്റ്റിൻ എന്ന് പറഞ്ഞ ആളാ സംസാരിക്കുന്നത്. അച്ഛൻ, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ലെങ്കിൽ ഒരു ഇടവക എന്നുള്ള അവസ്ഥയിൽ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഒരു ബിഷപ്പിനോടോ അല്ലെങ്കിൽ ഒരു വികാരിയോടോ പറയാൻ? ഇപ്പൊ ഏത് കാര്യങ്ങളാണെന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇപ്പൊ ഒരു ഗൗരവമായ വീഴ്ചകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആദ്യം തന്നെ ഈ വികാരിയച്ഛന്റെ ശ്രദ്ധയിലാണ് പെടുത്തേണ്ടത്. നേരെ നമ്മൾ തൊട്ടതിനും പിടിച്ചതിനൊക്കെ മുകളിലേക്ക് പോകുന്നതിനേക്കാളും വളരെ സ്നേഹത്തിൽ നമുക്ക് അത് വികാരിയച്ഛന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക, അല്ലേ? അതിപ്പോൾ പല കാര്യങ്ങളും അങ്ങനെ തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഓപ്ഷൻസ് ഒക്കെ ആണെങ്കിൽ, ഓപ്ഷൻസ് അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ ആണ് നമ്മൾ മനസ്സിലാക്കണം. രൂപതയിൽ നിന്ന് ബിഷപ്പ് അനുവദിച്ചിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ, ബിഷപ്പിന്റെ പ്രത്യേക അനുവാദത്തിൽ കിട്ടാവുന്ന ഒരു കാര്യമാണ് ഡിസ്പെൻസേഷൻ. അതിപ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു അച്ഛൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എതിർക്കാൻ പറ്റില്ല. കാരണം സഭ അംഗീകരിച്ചേക്കുന്ന കാര്യമാണ്. അതുപോലെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, പക്ഷെ നമുക്ക് പിന്നെ സ്നേഹത്തിൽ ആ കൂട്ടായ്മയിൽ നമുക്ക് പറയാവുന്ന കാര്യമേ ഉള്ളൂ. എല്ലാം ഒരുപോലെ ആണെങ്കിൽ, എല്ലാ പള്ളികളിലൊക്കെ ഒരുപോലെ ചെയ്യുവാണെങ്കിൽ അത് നല്ലതാണല്ലോ.
നമ്മുടെ ആരാധനയുടെ കുറച്ചുകൂടെ നല്ല അനുഭവത്തിന് സഹായിക്കുന്ന രീതിയിൽ പറയാം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ ഒരിടത്തും എടുക്കാത്ത രീതിയിൽ വളരെ തെറ്റായ രീതിയിൽ പോകുന്നു എന്ന് വരുമ്പോൾ ചിലപ്പോൾ അതിന് ബന്ധപ്പെട്ടവരെ അറിയിക്കേണ്ടി വരും, തെറ്റായ രീതിയിൽ പോവുകയാണെങ്കിൽ. അപ്പം ഞാനീ പറഞ്ഞത്, നമ്മൾ ഒരു വ്യത്യാസം കാണുമ്പോഴേ പെട്ടെന്ന് അതിനെക്കുറിച്ച് ഇത് അച്ഛൻ്റെ ശ്രദ്ധക്കുറവാണെന്നൊന്നും വിചാരിക്കാൻ ഇടവരരുത്. ഒരു പക്ഷേ അത് ഡിസ്പെൻസേഷൻ ആകാം, അല്ലെങ്കിൽ അതൊരു ഓപ്ഷന്റെ ഭാഗമാകാം. അത് ഇനി ചെറിയ കാര്യങ്ങളൊക്കെ അത് അല്ല വളരെ ഗൗരവമെന്ന് തോന്നുകയാണെങ്കിൽ അത് അച്ഛൻ്റെ തന്നെ ശ്രദ്ധപ്പെടുത്തണം. അച്ഛൻ ഇങ്ങനെയാണല്ലോ എന്ന് നമുക്ക് പെടുത്തുന്നതിന് ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട്, ചിലരൊക്കെ ചെയ്യും. പക്ഷെ അത് ഒരു കൺഫ്രണ്ടേഷനായി മാറരുത്. പലപ്പോഴും ഞാൻ കണ്ടുപിടുന്നൊരു കാര്യം, നമ്മളിത് അൽമായർ അങ്ങനെ പഠിച്ച് അത് ഒരു അവതരിപ്പിക്കുമ്പോൾ ചിലർക്ക് അത് ചോദ്യം ചെയ്യുന്ന രീതി വരികയും പിന്നെ അതിനോടെല്ലാം അങ്ങനെ അച്ഛന്മാരെന്ന് അതിനെ എല്ലാം റിബല്യസ് ആയിട്ട് കാണുന്നത്, അതിനെ സ്വീകരിക്കില്ലാത്തൊരു വിമുഖത കാണുന്നവരുണ്ട്. അത് ഉണ്ടാകാതെ നമുക്ക് സ്നേഹത്തിൽ പറയാനായിട്ട് വന്നാൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. ഫാദർ സുമോൻ ജോസിന് ചോദിക്കാമേ. പൊളേച്ച, താങ്ക്സ് ഫോർ ദ ക്ലാസ്. ഞാൻ പാലാരോഗാംഗമാണ്. ഞാനിപ്പോ തൃശ്ശൂർ വർക്ക് ചെയ്യുന്നു. എനിക്ക് ചോദിക്കാനുള്ള സംശയം, അച്ഛൻ ലിറ്റർജിയുടെ വിവിധ എലമെന്റ്സിനെ കുറിച്ച് ഈ ഡോക്യുമെന്റ് പറഞ്ഞിരിക്കുന്നതായിട്ട് പറഞ്ഞു. പക്ഷെ അതില് ലിറ്റർജിക്കൽ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. എനിക്ക് തോന്നുന്നു സഭയുടെ ലിറ്റർജി നമ്മൾ അതിന്റെ പരമ്പരാഗത രീതിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ അതിന്റെ ലിറ്റർജിക്കൽ ലാംഗ്വേജിന്റെ ചില എലമെന്റ്സ് എങ്കിലും നമ്മൾ എടുക്കേണ്ടതല്ലേ? ഉദാഹരണമായിട്ട് നമ്മുടെ മലങ്കര സഭയിലൊക്കെ ആണെങ്കിൽ പല കാര്യങ്ങളും അവരുടെ ലിറ്റർജിക്കൽ ലാംഗ്വേജിൽ തന്നെ അവർ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ് പറയുന്നത്, നമ്മുടെ കേരളത്തിലെ ലത്തീൻ പള്ളികളിൽ പോയാൽ പോലും പലയിടത്തും ഇപ്പോഴും ലത്തീൻ പാട്ടുകൾ പാടുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ ആരാധനാക്രമത്തിലും ചെറിയ ചില എലമെന്റ്സ് എങ്കിലും ആൾക്കാർക്ക് മനസ്സിലാക്കുന്ന, അതായത് നമ്മൾ കാറ്റഗറിസത്തിന് ശേഷം ചില എലമെന്റ്സ് എങ്കിലും നമ്മൾ നമ്മുടെ ആരാധനാക്രമ ഭാഷയായ സുറിയാനിയിലേക്ക് പ്രസ്താവിക്കേണ്ടതല്ലേ? അച്ഛനെന്താണ് തോന്നുന്നത്? വ്യക്തിപരമായിട്ട് എനിക്ക് അതിനോട് 100% പക്ഷെ ഇങ്ങനെ ഞാൻ നോക്കിയ ടെസ്റ്റില് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ആരംഭ ഭാഗം ഞാൻ ഫോക്കസ് ചെയ്തത് ഇതിന്റെ ഇൻട്രോഡക്ടറി ഭാഗങ്ങൾ അത് കൂടുതല്. അവിടെ അങ്ങനെ ലാംഗ്വേജിന്റെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞതുപോലെ ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നാൽ ട്രാൻസ്ലേഷൻസും വേർഷൻസും ഒക്കെ നിശ്ചയിക്കേണ്ടത് ആ റിന്യൂവൽ എന്നുള്ള ഘട്ടത്തില് അതിനോട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. അത് സഭ വളരെ ഗൗരവമായിട്ട് കാണേണ്ട കാര്യമാണ്. ഈ ലാംഗ്വേജിന്റെ കാര്യത്തിൽ ആർക്കാണ് അതോറിറ്റി, ട്രാൻസ്ലേഷന്റെ കാര്യത്തിൽ നിന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ അച്ഛനിവിടെ പറഞ്ഞതുപോലെ അത് തീർച്ചയായിട്ടും ഒറിജിനൽ ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യണമെന്നിപ്പോ ചിന്ത റോമിൽ നിന്ന് ലാറ്റിൻ റൈറ്റ് ചെയ്യുന്നത് നമുക്കൊരു മോഡലാണ്. കാരണം ലാറ്റിൻ റൈറ്റിൽ അത് എന്തുകൊണ്ടും പ്രൊമോട്ട് ചെയ്യപ്പെടണമെന്നുള്ള ശക്തമായ നിർദ്ദേശങ്ങളുണ്ട്. ഈ ഒറിജിനൽ ലാംഗ്വേജ് ലാറ്റിൻ ലാംഗ്വേജ് തന്നെ. അപ്പോ ലാറ്റിൻ ട്രഡീഷനിൽ അത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നെങ്കിൽ അതുപോലെ എല്ലാ സഭകളിലും ഓരോ വ്യക്തിഗത സഭകളിലും ആ സഭയുടെ ഒറിജിനൽ ആയിട്ടുള്ള ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതാണ്. അതിന് കാരണം അത് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ലെക്സറാന്തിയെ കുറെ കൂടി ബെറ്റർ ആക്കാനും അതുപോലെ നമ്മുടെ ലെക്സ്കൃതേന്തിയെ ബെറ്റർ ആക്കാനും ഉറപ്പായിട്ട് സാധിക്കും. പലപ്പോഴും ഒരു ചെറിയ ഉദാഹരണം മാത്രം പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് ടെസ്റ്റിൽ ബേസ്ഗസയെ ഉപപീഠമെന്ന് പേരിട്ട് വിളിച്ചിരിക്കുകയാണ്. മലയാളമാക്കാനുള്ള ആ വ്യഗ്രതയില് ഉപപീഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഭയായിട്ടുള്ള ഒരു പീഠം മാത്രമേ ഉള്ളൂ. അതിപ്പോ ഒരു പക്ഷേ ബലിപീഠത്തിന്റെ ഉപപീഠമാകാം അങ്ങനെ. പക്ഷേ വിശുദ്ധ കുർബാനയായി മാറാനുള്ള, കർത്താവിന്റെ ശരീരരക്തങ്ങളായി മാറാനുള്ള ആ അപ്പത്തെയും വീഞ്ഞിനെയും സൂക്ഷിക്കുന്ന ആ പീഠങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത ഏറ്റവും വില പിടിച്ച ഒരു സ്ഥാനം തന്നെയാണെന്നുള്ള ഒരു സംശയമല്ല. കാരണം സൃഷ്ട വസ്തു ഇത്തിരി നേരം കഴിയുമ്പോൾ സൃഷ്ടാവായ ദൈവം തന്നെയായിട്ട് മാറുകയാണ്. അപ്പൊ അതിലും വലിയ ഭാഗ്യമുള്ള വസ്തു ഏതാ ഉള്ള? അതിനെ സൂക്ഷിക്കുന്ന പീഠം എന്ന് പറയുന്നത് അർത്ഥത്തിൽ ഹൗസ് ഓഫ് ട്രഷർ, ബേസ്ഗസ എന്നാണ് സുറിയാനി പറയുന്നത്. ഹൗസ് ഓഫ് ട്രഷർ, നിധിയുടെ ഭവനമെന്നോ നിക്ഷേപാലനോ പറയാം. അപ്പൊ അത് ആ ബേസ്ഗസ എന്നുള്ള വാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമേ ഈ ദിവ്യരഹസ്യത്തിന്റെ പ്രാധാന്യം തന്നെ നമുക്ക് വ്യക്തമാവുള്ളൂ. അതുകൊണ്ട് അതും മാറ്റി മലയാളമാക്കാനുള്ള വ്യഗ്രതയിൽ ഉപപീഠം വരുന്നതോടുകൂടി അത് ഒന്നുമല്ലാതെ ശൂന്യമായി തീരും, അതിന്റെ വില കുറഞ്ഞു. അപ്പൊ ഒരുതരം ഡീമിത്തലൈസേഷൻ പോലെ നടക്കുന്നത്. ഹൗസ് ഓഫ് ട്രഷർ എന്ന് പറഞ്ഞാൽ അതൊരു ഒത്തിരി ഉയർന്ന ഒരു മിസ്റ്ററി സെൻസ് ഉണ്ട് ആ പദത്തിന്. അതിനെ അങ്ങോട്ട് അത് തേച്ച് മാച്ച് കളഞ്ഞ് ഇല്ലാതാക്കിയിട്ട് ഉടുപ്പൂരി കളഞ്ഞ് അവസാനം പ്ലെയിൻ ആയിട്ട് നിൽക്കുകയാണ് ഉപപീഠം. ഒന്നുമില്ല. ആർക്കാ ലാഭം? ഒരുത്തർക്കും ലാഭമില്ല. ആ വിശ്വാസിക്ക് ഈ പീഠം കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. അങ്ങനെയാണ് പീഠത്തെ മനസ്സിലാക്കണമെങ്കിൽ. അതുകൊണ്ട് അച്ഛനോട് പറഞ്ഞ പോലെ ഒറിജിനൽ ലാംഗ്വേജിലേക്കുള്ള
ഒരു തിരിച്ചുവരവ്. എല്ലാം വേണമെന്നല്ല ഞാൻ പറയുന്നത്, അത്യാവശ്യ കാര്യങ്ങളൊക്കെ വരുന്നത് ലിറ്റർജിയെ ഒത്തിരി സഹായിക്കും, ആ തിയോളജിയെയും ഒത്തിരി സഹായിക്കും. ജോസഫ് കളത്തിലച്ചന് ചോദിക്കാവുന്നതാണേ. ഹലോ അച്ഛാ. ഹലോ അച്ഛാ. അച്ഛൻ പറഞ്ഞതിൽ ആ കളറുകളെ പറ്റി പറഞ്ഞിരുന്നല്ലോ ആദ്യം അവതരിപ്പിച്ചപ്പോഴേ, കളറുകൾക്കുള്ള ഒരു പ്രാധാന്യത്തെ കുറിച്ചും ലൈറ്റിന്റെ പ്രാധാന്യത്തെ കുറിച്ചും. ഈ ലത്തീൻ സഭയിലൊക്കെ കളറിന് പ്രാധാന്യം ഉള്ളതിനെ കുറിച്ച് അതില് ഈ സ്നേഹത്തിന്റെ കുദാശയിൽ ബെനഡിക്ട് മാർപ്പാപ്പ അതിന്റെ ഈ കളറിന്റെ ഒക്കെ ഉപയോഗത്തെ കുറിച്ചൊക്കെ പറയുന്നു. പക്ഷെ നമ്മുടെ ഈ സഭയിൽ അതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചോ അല്ലെ അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും അറിഞ്ഞുകൂടാ. അതിനെ കുറിച്ച് വാസ്തവത്തില് ഒരു വെസ്റ്റമെന്റ്സിനോട് ചേർന്ന് അങ്ങനെ ഒരു കളർ എന്നുള്ള ചിന്തയില്ല. സാധാരണ ഓറിയന്റൽ സഭകൾ, ഓറിയന്റൽ സഭകളിൽ വെസ്റ്റമെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ റോയലാണ്. രാജാവായ ഈശോമിശിഹ, നമ്മളെ സർവസ്വനായ മൽക്കാമിശിഹ, നമ്മുടെ രീതി പറഞ്ഞ മൽക്കാമിശിഹ. അപ്പോ വിശുദ്ധ കുർബാനയിൽ ഉദ്ധിതനായ കർത്താവ്, സർവപ്രപഞ്ചത്തിന്റെ രാജാവായ ഈശോ അതിന്റെ നായകനായിട്ട് നിലകൊള്ളുന്നു, അർപ്പകനായി നിലകൊള്ളുന്നു. അപ്പോ തീർച്ചയായിട്ടും ആ ഈശോമിശിഹായെ സൂചിപ്പിക്കാൻ ഈ കളർഫുൾ ആയിട്ട്, വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ്, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ ഓറിയന്റൽ സഭകളിലുള്ളത്. അപ്പൊ അവിടെ തന്നെ ഈ പെസഹ രഹസ്യത്തിന്റെ വ്യത്യസ്ത മാനങ്ങളിൽ സാങ്ച്വറിയിലെ ആ സെലിബ്രേഷനിൽ ഈ ഉദ്ധിതനായ കർത്താവിന്റെ ആഘോഷം എന്നുള്ളതിലേക്ക് ഒരു ഫോക്കസുകൾ വന്ന്, അല്ലെങ്കിൽ സ്വർഗത്തിലെ ആ കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്ന മഹാപുരോഹിതൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ കുർബാനയെ വെളിപാട് പുസ്തകത്തിലെ ആ സ്വർഗീയ ആരാധനയോട് ചേർത്ത് ചിന്തിക്കുന്നത് സമുചിതമായിരിക്കും. കത്തോലിക്കാ സഭയുടെ പ്രബോധനത്തിൽ ഉടനീളമുണ്ട്. ഇപ്പൊ മാർപ്പാപ്പ ഓറിയന്താലെ ലൂമൻ 11-ാം നമ്പറിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞു, ആ സ്വർഗത്തോടുള്ള ചിന്ത, അതിനെ സൂചിപ്പിക്കാൻ ഈ കളറ് നമ്മുടെ ഒരു ഭാഷയിലുള്ളത് നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രതീകം എന്നുള്ളൂ കേട്ടോ, അല്ലാതെ സ്വർഗത്തിൽ കളറുണ്ടായിട്ടല്ല. അതിനെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ആ രീതിയിൽ ഈ സ്വർഗീയ ആരാധനയുടെ, അതുപോലെ മഹത്വപൂർണനായ കർത്താവിന്റെ ഒക്കെ സാന്നിധ്യത്തെ സൂചിപ്പിക്കാൻ വ്യത്യസ്ത കളറുകൾ. അത് വസ്ത്രത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തം കളർഫുൾ ആണ് പള്ളി. നമ്മുടെ ഒരു ഓർത്തഡോക്സ് പള്ളി കയറി, ഗ്രീസിലെ ഓർത്തഡോക്സ് പള്ളികളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച എല്ലാം ഒരു ഇഞ്ച് പോലും നമുക്ക് ഫ്രീ കാണാൻ പറ്റില്ല, എല്ലാം നിറഞ്ഞ് വ്യത്യസ്തങ്ങളായിട്ടുള്ള അലങ്കാരത്തോടെ. നമുക്ക് സമയമായി, പക്ഷേ ചാറ്റിൽ ഒരു ചോദ്യം വന്ന് കിടപ്പുണ്ട്, കാണാമോ? എന്തോ? ചാറ്റില് ഓക്കെ. മാർ നെസ്തോറിയസിന്റെ കൂദാശക്രമം പിതാക്കന്മാർ അഭിലേഷിച്ച രീതിയിൽ കുർബാനയിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഈ പിതാക്കന്മാർ ഉദ്ദേശിച്ച മെത്രാന്മാരാണെന്നുള്ള രീതിയിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഉപയോഗിക്കുന്നവരുണ്ട്. ഈ നെസ്തോറിയസിന്റെ ക്രമം ഉപയോഗിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവർക്ക് അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതൊരു നിധി പോലെ അവർ കണക്കാക്കുന്ന എൻ്റെ വിശ്വാസം. ആരെങ്കിലും അതൊന്ന് തുറന്ന് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അതിനെക്കുറിച്ച് ആർക്കും വിഷമം തോന്നില്ല. പക്ഷേ അത് തുറക്കാതെ, അത് തുറക്കില്ലെന്ന് ശഠിക്കുന്നവരുണ്ട്, തുറക്കാതെ അതിനെക്കുറിച്ച് മുൻവിധികളുമായിട്ട് നടക്കുന്നവരുണ്ട്. അത് അവരുടെയും അവരുടെ സൂക്ഷത്തിൽ കഴിയുന്ന വിശ്വാസികളുടെയും ഒരു ദൗർഭാഗ്യം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. നമ്മുടെ സമയം കഴിഞ്ഞു. ഔദ്യോഗികമായിട്ടൊരു നന്ദി പറയാനായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് കളത്തിലച്ചൻ താമരശ്ശേരി രൂപതാംഗമാണ്. അദ്ദേഹം ഇതിൽ പങ്കെടുത്താൻ അച്ഛനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട പോളിയച്ച, പ്രിയമുള്ളവരെ, വളരെ മനോഹരമായ ഒരു മണിക്കൂറിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. വളരെ അനായാസമായ വിധത്തിൽ ഒരു കഥ പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട അച്ഛൻ പൗരസ്ത്യ കാര്യാലയത്തിൽ നിന്നുള്ള 1996 ആ ഇൻസ്ട്രക്ഷനെ പറ്റി നമുക്ക് വിശദീകരിച്ച് തന്നു. കേരള സഭയിലെ വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട പോളിയച്ചൻ. ആഴിയുടെ ആഴത്തിൽ നിന്ന് മുത്തുകൾ പെറുക്കി തരുന്നത് പോലുള്ള ഒരു അനുഭവമാണ്. ഒരുപക്ഷെ ഈ സമയത്തിന്റെ കുറവ് കൊണ്ട് കൂടുതലായിട്ട് അച്ഛൻ അവതരിപ്പിക്കാൻ സാധിച്ചില്ല. എങ്കിലും ആഗോള സിറോ മലബാർ സഭയിൽ അനേകം പേർക്ക് ഒരു പ്രചോദനമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. അച്ഛൻ ഇപ്പോൾ കോവിഡ് കാലം ആയതുകൊണ്ടാണെന്ന് തോന്നി ഇത്ര അവൈലബിൾ. അല്ലെങ്കിൽ മിക്കവാറും മറ്റ് പല രാജ്യങ്ങളിലും വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നയിക്കാൻ വേണ്ടി അച്ഛൻ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ അച്ഛൻ്റെ ഈ ലളിതസുന്ദരമായ കാര്യങ്ങൾ, വളരെ ഗഹനമായ കാര്യങ്ങളിൽ ലളിതസുന്ദരമായ രീതിയിൽ അവതരിപ്പിച്ച ആ വലിയ അച്ഛൻ്റെ ആ ഒരു പ്രസന്റേഷനെ ഏറെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. തുടർന്നും ധാരാളം പേർക്ക് ഇപ്രകാരം
പ്രചോദനമാകുവാൻ, അനേകരെ ഉത്ബുദ്ധരാക്കുവാൻ ബഹുമാനപ്പെട്ട അച്ഛന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് കോർഡിനേറ്റ് ചെയ്തത് നല്ലതണ്ണി റിസർച്ച് ടീമാണ്. ബഹുമാനപ്പെട്ട ചവർപ്പുഴ അച്ഛനും ബഹുമാനപ്പെട്ട മുതുകുളാക്കൽ അച്ഛനും അവരുടെ നേതൃത്വത്തിലാണ് ഇത് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. 1996 ധനഹാ തിരുനാൾ നൽകിയ ഈ ഇൻസ്ട്രക്ഷൻ ഇന്നുവരെ നമ്മുടെ സഭയിൽ എത്രമാത്രം സ്വീകരിക്കപ്പെട്ടു, അത് ഇനിയും എത്രമാത്രം ഘാതങ്ങൾ അതിന് താങ്ങേണ്ടതുണ്ട്, എത്രമാത്രം കാര്യങ്ങൾ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് സഭ മൊത്തം ഒരു ആത്മപരിശോധന നടത്തുവാൻ ഇത്തരത്തിലുള്ള വെബിനാറുകൾ സഹായകമാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പ്രത്യാശിക്കുകയാണ്. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട പോളിയച്ചനും ബാക്കി സംഘാടകർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.